സൂറത്തുൽ കഹ്ഫ് 25-ാം ഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദഹു. اللهم صل وسلم وزد وبارك على نبينا وسيدنا وحبيبنا وقائدنا محمد رسول الله صلوات ربي وسلامه عليه وعلى آله وأصحابه وأتباعه وأعوانه ومن والاه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. ويوم نسير الجبال وترى الأرض بارزة وحشرناهم فلم نغادر منهم أحدا وعرضوا على ربك صفا لقد جئتمونا كما خلقناكم أول مرة بل زعمتم أن لن نجعل لكم موعدا ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോരുത്തരുടെയും സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുകയും നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് ചെയ്തു തരികയും ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ വീട്ടുകാർ, അയൽവക്കക്കാർ, നമ്മുടെ ബന്ധുജനങ്ങൾ എല്ലാവർക്കും അല്ലാഹു അവൻ്റെ റഹ്മത്ത് ചെയ്യട്ടെ. ആമീൻ. ഒരുപാട് രോഗികൾ എപ്പോഴും ഇവിടെ ദുആരക്ക് വസിയത്ത് വരുന്ന പോലെ തന്നെ പലവിധ വിഷമങ്ങളിലായി ദുആരക്കാൻ വേണ്ടി അപേക്ഷകൾ വന്നിട്ടുണ്ട്. അല്ലാഹു എല്ലാവർക്കും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർക്കും ഏൽപ്പിക്കാത്തവർക്കും രോഗികളായ എല്ലാ സത്യവിശ്വാസികൾക്കും എല്ലാവർക്കും അല്ലാഹു വളരെ പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കടബാധ്യതകളൊക്കെ അല്ലാഹു വിട്ടിത്തരട്ടെ. മേൽ പ്രയാസപ്പെടുന്നവരുടെ എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു സലാമത്തിലാക്കി തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് മനുഷ്യന് ഉപകാരപ്പെടുന്നത് എന്തെന്നും ഈ ലോകത്തിൻ്റെ അനുഭവം എന്താണെന്നും ഉദാഹരണ സഹിതം വിവരിച്ചിടത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്. ബാക്കിയാവുന്ന നന്മകളാണ് ബാക്കിയാവുന്നത് എന്ന് പഠിപ്പിക്കാനായി والباقيات الصالحات خير عند ربك ثوابا وخير أملا എന്നാണ് അല്ലാഹു പഠിപ്പിച്ചത്. അതിൻ്റെ തൊട്ടു മുമ്പ് പറഞ്ഞു, നിങ്ങളുടെ മക്കളും സമ്പാദ്യവും ഐഹിക ജീവിതത്തിൻ്റെ അലങ്കാരമാണ്. എന്തുകൊണ്ട് അലങ്കാരം എന്ന് പറഞ്ഞു? അത് ജീവിതത്തിൻ്റെ അസാസിയായ അടിസ്ഥാനപരമായ ആവശ്യങ്ങളിൽ പെട്ടതല്ല എന്നും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്.
വൽബാഖിയാത്തു സ്വാലിഹാത്ത് എന്നത് ഒരു ആമായ ഒരു പ്രയോഗമാണ്. എന്നാൽ അവിടെ തന്നെ ഒരു പ്രത്യേകമായ ഖാസ്സായ ഒരു ദിക്റിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് ആയിരിക്കണം എന്നും ഹദീസുകളുടെ ഒക്കെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ആ ദിക്റിന്റെ മഹത്വവും അതിൽ ഓരോ വാക്കുകളുടെ പ്രത്യേകതകളും വിവിധ ഹദീസുകളുടെ വെളിച്ചത്തിൽ നമ്മൾ പഠിച്ചു. അല്ലാഹു നമുക്കതൊക്കെ ജീവിതത്തിൽ പകർത്താൻ തൗഫീക്ക് തരട്ടെ. ആമീൻ. നമ്മുടെ ക്ലാസ്സിന്റെ മുമ്പ് ഇവിടെ ആ ദിക്റാണ് നമ്മൾ ചൊല്ലിയത്. അത്രയും ശ്രേഷ്ഠമായ കൻസും മിൻ കുനൂസിൽ അർശ്, അർശിന്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് എന്നൊക്കെ വിവരണങ്ങൾ വന്നിട്ടുള്ള ഒരു ദിക്റാണത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഉത്തമം ബാക്കിയാവുന്ന നന്മകളാണ്. അള്ളാഹുവിന്റെ അരികത്തേക്ക് എത്തുന്നത് ഖിയാമത്തിന്റെ ശേഷമാണ്. അതുകൊണ്ട് ഇനിയുള്ള ചർച്ച ഖിയാമത്തിനെ സംബന്ധിച്ചാണ്. ഖൈറുൻ ഇൻദ റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ അരികത്തെത്തുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ഉപകാരപ്പെടുന്നത് നിങ്ങൾ ചെയ്തു കൂട്ടുന്ന നന്മകളാണ്. ആ ഒരു വാക്കിന്റെ ഉത്സാരത്തിലൂടെയാണ് ഇനി ഖിയാമത്തിലേക്ക് അല്ലാഹു തആല പോകുന്നത്. വിശുദ്ധ ഖുർആനിന്റെ മറ്റൊരു അത്ഭുതം, ഒരു കണക്ഷനുമില്ലാതെ അല്ലാഹു ഒരാശയത്തിൽ നിന്ന് മറ്റൊരാശയത്തിലേക്ക് കടന്നു പോകുന്നത് കാണാം. നമ്മളൊരു ലേഖനം വായിക്കുകയാണ്, ഒരു വിഷയത്തെ സംബന്ധിച്ച് പഠിക്കുകയാണ്. ആ വിഷയ സംബന്ധിയല്ലാത്ത എന്തെങ്കിലും അതിന് ഇടക്ക് കയറുമ്പോൾ ഇത് ആ വിഷയവുമായിട്ട് ബന്ധമില്ലല്ലോ എന്ന് നമ്മൾ പറയും. നമുക്ക് വായിക്കാൻ അരോചകം തോന്നും, നമ്മൾ അതിലൊരു വിമ്മിഷ്ടം തോന്നിയേക്കും. പക്ഷെ പരിശുദ്ധമായ ഖുർആൻ ഓരോരോ സൂറകളിലും തന്നെ ഒരായത്തിൽ തന്നെ വ്യത്യസ്തമായ രണ്ട് വിഷയങ്ങൾ പറയും. ഒരു ബന്ധമില്ലാത്ത നമുക്ക് തോന്നും. പക്ഷേ ഖുർആനിന്റെ ആ ഒരു ആശയത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് തമ്മിലൊരു പൊരുത്തക്കേടില്ല എന്ന് തോന്നൂല. പൊരുത്തക്കേട് ഏറ്റവും കൂടുതൽ പൊരുത്തമുള്ളതായിട്ടാണ് നമുക്ക് തോന്നുക. അത് അള്ളാഹുവിന്റെ ഒരു ശൈലിയാണ്. നമുക്കതിൽ മടുപ്പും തോന്നില്ല. അള്ളാഹു തആല ആ ഒരു ട്വിസ്റ്റ് ചെയ്യുന്നത് ഒരു ഇജാസിന്റെ ഭാഗമാണ്, ഖുർആനിന്റെ അമാനുഷികതയുടെ ഭാഗമാണ്. ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയില്ല. അത്രയും മനോഹരമായിട്ട് നമ്മൾ പെട്ടെന്ന് രണ്ട് ആയത്തുകൾ നോക്കിയത് തമ്മിൽ ബന്ധമില്ലല്ലോ. കാരണം ബാഖിയാത്തു സ്വാലിഹാത്തിനെ കുറിച്ച് പറഞ്ഞു, ഇനി അള്ളാഹു പർവ്വതങ്ങളെ പറത്തിക്കളയുന്ന ദിവസം എന്നാണ് പറയാൻ പോകുന്നത്. അത് ഇൻദ റബ്ബിക, അങ്ങയുടെ രക്ഷിതാവിന്റെ അരികത്ത് ചെല്ലുമ്പോ നിങ്ങൾക്ക് ഖൈറ് ബാഖിയാത്തു സ്വാലിഹാത്ത് അല്ലേ? ആ അള്ളാഹുവിന്റെ അരികത്ത് എത്തുന്ന ദിവസത്തെ സംബന്ധിച്ച് അങ്ങ് അറിഞ്ഞോ നബിയെ? വയൗമ നുസയ്യിറുൽ ജിബാൽ, പർവ്വതങ്ങളെ നമ്മൾ പറത്തിക്കളയുന്ന ദിവസമാണത്. ഭൂമിയെ അള്ളാഹു വിജനമാക്കി കളയുന്നു, ഒന്നുമില്ലാത്തതാക്കുന്നു. വഹശർനാഹും, എല്ലാവരെയും നാം ഒരുമിച്ച് കൂട്ടും. ഫലം നുഗാദിർ മിൻഹും അഹദ, ഐ ലം നത്രുക് മിൻഹും അഹദ, അവരിൽ നിന്ന് ആരെയും നമ്മൾ ഉപേക്ഷിക്കൂല. എല്ലാവരും നമ്മുടെ മുമ്പിലേക്ക് വരും. വഉരിദു അലാ റബ്ബിക്, നബിയെ അങ്ങയുടെ രക്ഷിതാവിന്റെ അരികത്തേക്ക് അവരെ വിസ്തരിക്കപ്പെടും. സഫാ, അണിയണിയായി നിന്നുകൊണ്ട് അച്ചടക്കത്തോടുകൂടെ, ഒരു റാൻഡം ഒരു ഗ്യാതറിംഗ് അല്ലാതെ ഓരോരുത്തരും സഫായി കൃത്യമായി ഓരോരുത്തരെ എവിടെ നിർത്തണം എന്ന് അള്ളാഹുവിന് തീരുമാനമുണ്ട്. അതനുസരിച്ച് അമാലുകൾ അനുസരിച്ച് ഓരോരുത്തരുടെയും കർമ്മങ്ങൾ അനുസരിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ അവരെ നിർത്തപ്പെടും. ലഖദ് ജിഅ്തുമൂന, നിങ്ങൾ നമ്മുടെ അരികത്തേക്ക് വന്നിരിക്കുന്നു. കമാ ഖലഖനാകും അവ്വല മർറ, മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഭൂമിയിൽ ജീവൻ തന്നല്ലോ, അന്ന് നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചല്ലോ, അതുപോലെ ഒരിക്കലൂടെ നിങ്ങൾ എൻ്റെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. ബൽ സഅംതും, എന്നാൽ നിങ്ങളിൽ ചില ആളുകൾ വാദിക്കുകയുണ്ടായി, അല്ലൻ നജഅല ലക്കും മൗഇദ, ഇങ്ങനെ ഒരവസരം അല്ലാഹു ഒരിക്കലും ഉണ്ടാക്കുകയില്ല, മരണശേഷം ഇനിയൊരു ജീവിതമൊന്നും ഇല്ല എന്ന് നിങ്ങളിൽ ചില ആളുകൾ വാദിച്ചിരുന്നു. വവുദിഅൽ കിതാബ്, മനുഷ്യന്റെ കർമ്മങ്ങൾക്ക് സാക്ഷ്യമായി കിതാബ് അവിടെ വിസ്തരിക്കപ്പെടുന്നു. ഫതറൽ മുജ്രിമീൻ, ക്രിമിനലുകളെ കാണാൻ കഴിയും നബിയെ. മുഷ്ഫിഖീന മിമ്മാ ഫീ, ആ കിതാബിൽ അവരവരുടെ റെക്കോർഡ് ഓഫ് ഡീഡ്സ്, ഓരോരുത്തരുടെയും കർമ്മങ്ങളുടെ ആ ഒരു റെക്കോർഡിലുള്ള വിഷയം എന്റേത് എത്ര മോശമായതായിരിക്കും അവിടെ രേഖപ്പെട്ട് കിടക്കുന്നുണ്ടാവുക എന്നോർത്ത് പേടിച്ച് നിൽക്കുന്നത്
കാണാൻ കഴിയും നബിയെ. ഫത്തറൽ മുജ്രിമീൻ, നമ്മൾ ഓരോരുത്തർക്കും മുജ്രിമീങ്ങൾ, ക്രിമിനലുകൾ, പാപം ചെയ്ത് ജീവിച്ചവർ, അള്ളാഹുവിൽ നിന്ന് അകന്ന് ജീവിച്ചവർ, മുഷ്ഫിഖീന മിമ്മാ ഫീ, അവർക്ക് കിട്ടാൻ പോകുന്ന വിധി എന്താണെന്ന് ഓർത്ത്, അവർക്ക് നൽകപ്പെടാൻ പോകുന്ന അവരുടെ കർമ്മങ്ങളുടെ റെക്കോർഡ്, അതിനുള്ളിലുള്ളത് എന്താണെന്ന് അവർക്കറിയാമല്ലോ, അതോർത്തവർ പേടിച്ചവരാണ്. വയഖൂലൂൻ, അവർ പറയുന്നു, യാ വൈലതനാ, ഞങ്ങളുടെ നാശമേ, മാലി ഹാദൽ കിതാബ്, എന്തൊരവസ്ഥയാണ് ഈ ഗ്രന്ഥത്തിന്, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ചെറുതും വലുതുമായ പാപങ്ങൾ കൃത്യമായി അവിടെ രേഖപ്പെട്ട് കിടക്കുന്നുവല്ലോ. എന്നാൽ അവിടെ രേഖപ്പെട്ടത് ചെറുതും വലുതുമായ വിഷയങ്ങൾ നാമായി അവരെ വഞ്ചിച്ചതല്ല. അവർ ചെയ്തത് അവരുടെ മുമ്പിൽ അതാ രേഖപ്പെട്ട് കിടക്കുകയാണ്. നമ്മളായിട്ട് അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചതല്ല, അവരവർ ചെയ്തു തന്നെയല്ലേ അത്. നിങ്ങളുടെ രക്ഷിതാവ് നബിയെ ഒരാളെയും ആക്രമിക്കുകയില്ല, ഒരാളോടും അന്യായം ചെയ്യുകയില്ല. അവനവൻ ചെയ്തതിന് മാത്രമുള്ള ഒരു വിധിയാണ്, പ്രതിഫലമാണ് നാം അവിടെ നൽകുന്നത് എന്ന് 49-ാമത്തെ ആയത്ത് 46 മുതൽ 49 വരെ ഖിയാമത്തിന്റെ രംഗമാണ് അല്ലാഹു തആല പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിന്റെ ഹൗലുകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. നമ്മളെപ്പോഴും മനസ്സിലാക്കുന്ന പോലെ ദുനിയാവ് അങ്ങനെ കഴിഞ്ഞു പോകും. അത് ദാരിദ്ര്യമാണെങ്കിലും, ജോലി നഷ്ടപ്പെട്ടിട്ടോ ജോലി കിട്ടിയിട്ടോ, ഭക്ഷണം കഴിച്ചാലോ കഴിച്ചില്ലെങ്കിലോ, കുറേ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആണെങ്കിലും അതൊക്കെ മരണത്തോടുകൂടെ തീരും. നമുക്ക് വീടില്ല, അസുഖമാണ്, കടം തീർന്നിട്ടില്ല, പ്രയാസങ്ങളാണ്, കുട്ടികളെ കെട്ടിച്ചിട്ടില്ല, ഈ ടെൻഷനൊക്കെ മരിച്ചാൽ തീരും. അവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് സമാധാനം കിട്ടുമോ എന്നാണ് നമ്മൾ അടിയന്തരമായിട്ട് ചിന്തിക്കേണ്ടത്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്രക്ക് ഞാൻ എന്തൊരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോ പരലോകത്തേക്കുള്ള അമലിനെ കുറിച്ച് ആലോചിക്കേണ്ട സമയമാണ്. ഇത് അറാദല്ലാഹു ബിഖൗമിൻ ശർറൻ ശഗലഹും ബിൽ ജദലി അനിൽ അമൽ എന്ന് നമ്മുടെ ഉലമാ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശർറ് ഉദ്ദേശിക്കുകയാണ്. അള്ളാഹു ഒരു സമൂഹത്തിന് ശർറ് ഉദ്ദേശിക്കുകയാണ്. അള്ളാഹു നമുക്ക് കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ അടയാളം ശഗലഹും ബിൽ ജദൽ അനിൽ അമൽ, ഒരു കർമ്മവും ചെയ്യാതെ വെറുതെ ഇരിക്കുക, എന്നിട്ട് വെറുതെ തർക്കിച്ചു കൊണ്ടിരിക്കുക. ഇതൊരു സമൂഹത്തിന്റെ സ്വഭാവമാണെങ്കിൽ അവരിൽ അള്ളാഹു ശർറ് ഉദ്ദേശിച്ചു എന്നാണ് ഇതിനർത്ഥമെന്ന് നമ്മുടെ പ്രഗത്ഭരായ ആലിമീങ്ങൾ പറഞ്ഞ വിഷയമാണ്. വെറുതെ തർക്കിച്ചുകൊണ്ടിരിക്കുക, അനാവശ്യമായ വിഷയങ്ങളിൽ അനാവശ്യമായ ഇടപെടലുകൾ, അനാവശ്യമായ ചർച്ചകൾ, അതിനെ സംബന്ധിച്ചുള്ള ഒച്ചപ്പാടുകൾ, ബഹളങ്ങൾ, എത്രയോ അതിഗൗരവമുള്ള വിഷയങ്ങളെപ്പുറത്ത് ബാക്കി നിൽക്കെ അനാവശ്യമായ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കുക, ഒരു കാര്യമില്ലാതെ വെറുതെ മനുഷ്യന്റെ സമയം ചെലവഴിക്കുക. അങ്ങനെ ഒരു അമലും ചെയ്യുന്നില്ല, ഒരു കർമ്മവും ചെയ്യുന്നില്ല. കർമ്മങ്ങൾ ചെയ്യാതെ മനുഷ്യൻ തർക്കിക്കാനായി സമയം മാറ്റിവെക്കുന്നത് ഒരു സമൂഹത്തിൽ ശർറ് ഉദ്ദേശിച്ചതിൻ്റെ അടയാളമാണെന്നാണ്. അള്ളാഹുവിനോട് കാവൽ ചോദിക്കേണ്ട വിഷയമാണത്. അള്ളാഹു നമുക്ക് ഉൾക്കാഴ്ച നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ ആഖിറ നന്നാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധ ഖുർആൻ ഹൗലുൽ മത്ല, അന്ത്യനാളിന്റെ ഏറ്റവും വലിയ ഭീകരമായ രംഗങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ ഒരുപിടി ആയത്തുകളിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നേർക്കുനേരെ ഇറങ്ങി വരുന്ന സമയമാണത്. വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ, അങ്ങയുടെ രക്ഷിതാവായ അല്ലാഹു തആല ഇറങ്ങി വരുന്നു. നുസൂലൻ യലീഖു ബിഹി, അല്ലാഹു എങ്ങനെയാ ഒരു മനുഷ്യൻ ഇറങ്ങി വരുന്ന പോലെ എന്നൊന്നും നമുക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് ചിന്തിക്കുക പോലും പാടില്ല. നുസൂലൻ യലീഖു ബിഹി, നമ്മൾ അങ്ങനെ പറയാ, അത് അള്ളാഹുവിനോട് യോജിക്കുന്നത് എങ്ങനെയോ അങ്ങനെ. വൽ മലകു സഫൻ സഫാ, അള്ളാഹുവിന്റെ മാലാഖമാർ സഫു സഫുകളായി നിന്ന് അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളുടെ അകമ്പടിയോടുകൂടെ അവർ ഇറങ്ങി വരുന്നു. هل ينظرون إلا أن يأتيهم الله في ظلل من الغمام. സൂറത്തുൽ ബഖറയാണ്. അല്ലാഹു വരുന്ന രംഗം പറയാണ് 210-ാമത്തെ ആയത്ത്.
هل ينظرون إلا أن يأتيهم الله في ظلل من الغمام والملائكة وقضي الأمر وإلى الله ترجع الأمور. അവരെ പ്രതീക്ഷിക്കുന്നുവോ ഇല്ലാ അൻ യഅതിയഹുമുല്ലാഹു ഫീ ളുലലിൻ മിനൽ ഗമാം, പരലോകത്തെ അള്ളാഹുവിന് മാത്രം അറിയാവുന്ന രീതിയിലുള്ള ഒരു തരം മേഘം, ആ മേഘത്തിന്റെ ഉള്ളിലായി വൽമലായിക, ആ മേഘങ്ങളിൽ അകമ്പടിയായി അള്ളാഹുവിന്റെ മാലാഖമാരും അള്ളാഹുവും ഇറങ്ങി വരുന്ന രംഗം അവർ പ്രതീക്ഷിക്കുന്നില്ലേ? മേഘത്തിന്റെ തണലിലായി, മേഘത്തിന്റെ കവചങ്ങളിലായി. എന്താണ് ആ മേഘം നമുക്കറിയില്ല, എങ്ങനെയാണ് വൽ കൈഫു മജ്ഹൂൽ, അതും അറിയൂല. وقضي الأمر وإلى الله ترجع الأمور. അല്ലാഹു തആല ഇറങ്ങി വരുന്ന രംഗമാണ് ഖുർആൻ പറയുന്നത്. അവനിലേക്കാണ് നമുക്കൊക്കെ തിരിച്ചു പോകാനുള്ളത്. അല്ലാഹുവിന് വേണ്ടി ഒരാൾ മശ്റയിൽ വിളിച്ചു പറയുമത്രേ, യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നി അൻസത്തു ഇലൈക്കും കസീറൻ ഫിദ്ദുനിയാ, ദുനിയാവിൽ ഞാൻ ഒരുപാട് മൗനമായി നിങ്ങളേത് കേൾക്കുകയായിരുന്നു, ഞാൻ അവിടെ മിണ്ടിയിട്ടില്ല. അല്ലാഹു തആല പറയാം, നിങ്ങൾ സംസാരിച്ചു, നിങ്ങൾ ചെയ്തു, നിങ്ങൾ പലതും വിളിച്ചു പറഞ്ഞു, ഞാനതൊക്കെ മിണ്ടാതെ കേൾക്കുകയായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി, ഇന്ന് നിങ്ങൾ മിണ്ടാതിരിക്കുക. ദുനിയാവിൽ നിങ്ങൾ ജീവിച്ച കാലം ഞാൻ എന്ത് ചെയ്തിട്ടില്ല, നിങ്ങളിൽ ഡയറക്റ്റ് ഇടപെട്ടില്ല, ഞാൻ ശാന്തമായി നിങ്ങളെ വീക്ഷിക്കുകയാണ്. ഇന്ന് നിങ്ങൾ വീക്ഷിച്ചാൽ മതി, ഇന്ന് ഞാൻ സംസാരിക്കാം, നിങ്ങൾ മിണ്ടാതിരിക്കണം. യാ ഇബാദി ഇന്നമാ ഹിയ അഅമാലുകും ഉഹ്സിഹാ ലക്കും, അടിമകളെ, നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ കൃത്യമായി ഞാൻ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് പരിപൂർണമായും കൃത്യമായ തെളിവുകളോടുകൂടെ ഞാൻ നിങ്ങൾക്കത് സമർപ്പിക്കാം. തെളിവ് സമർപ്പിക്കാൻ എത്രയോ ക്രിമിനലുകൾ കുറ്റങ്ങൾ തെളിയിക്കാൻ ഫോൺ കോളുകൾ ട്രേസ് ചെയ്യും, അല്ലേ? മെസ്സേജുകൾ ട്രേസ് ചെയ്യും, വാട്സപ്പ് ഡീറ്റെയിൽസുകൾ എടുക്കും, ഫേസ്ബുക്ക് ഡീറ്റെയിൽസുകൾ എടുക്കും. എന്തൊക്കെ ഒരു മനുഷ്യൻ പറഞ്ഞു, അവൾ ആരോടൊക്കെ സംസാരിച്ചു, അവൻ എപ്പോഴൊക്കെ വിളിച്ചു. മനുഷ്യന്മാരിതൊക്കെ ചെയ്യുന്നില്ലേ? അല്ലാഹുവിന്റെ മലക്കുകളുടെതൊക്കെ ലൈവ് റെക്കോർഡിംഗ് ആണ്. ഈ ഫോൺ റെക്കോർഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഏത് വിളിച്ചാലും റെക്കോർഡ് ചെയ്യും. ഫിത്നന്റെ ആശാന്മാരാണെന്ന് അതിനർത്ഥം. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനത്തെ ജോലിയൊന്നും അല്ലല്ലോ. മനുഷ്യന്മാർ ചെയ്യുന്ന സ്വാഭാവികമായ വർത്തമാനങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുക. ഫിത്ന തലയുണ്ടാണ് മനുഷ്യനത് ചെയ്യുള്ളൂ. എന്ത് ന്യായീകരണം പറഞ്ഞാലും അള്ളാഹുവിന്റെ മലക്കുകൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ മലക്കുകൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ തരുന്നു, നിങ്ങൾ ചെയ്ത കർമ്മം ഞാൻ തരാൻ പോവാണ്. അതുകൊണ്ട് ആരും മിണ്ടണ്ട, ഞാൻ മാത്രം സംസാരിക്കുന്നു, നിങ്ങൾ മിണ്ടാതെ കേട്ടാൽ മതി. ദുനിയാവിൽ നിങ്ങൾ സംസാരിച്ചു, ഞാൻ മിണ്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞത് കേൾക്കുക എന്ന് അല്ലാഹു വിളിച്ചു പറയുന്നു. ഫമൻ വജദ ഖൈറൻ ഫൽയഹ്മദില്ലാഹ്, അവനവന്റെ കിതാബ് കിട്ടുമ്പോ അതിൽ നന്മയാണെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോളൂ, അല്ലാഹുവിന് സ്തുതി പറഞ്ഞോളൂ. അൽഹംദുലില്ലാ, എന്റെ കർമ്മം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയണ്ട, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. വമൻ വജദ ഗൈറ ദാലിക ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹ്, തന്റെ കിതാബിൽ കാണുന്നത് തിന്മയാണെങ്കിൽ സ്വന്തം ശരീരത്തെയല്ലാതെ മറ്റാരെയും ആക്ഷേപിക്കേണ്ട കേട്ടോ. നന്മയാണെങ്കിൽ അള്ളാഹുവിനെ സ്തുതിച്ചോ. നിങ്ങൾ ചെയ്ത തിന്മയാണ് ഇതിന്റെ ഉള്ളിലുള്ളതെങ്കിൽ സ്വന്തം ശരീരത്തെയല്ലാതെ മറ്റാരെയും ആക്ഷേപിക്കേണ്ട. അതുകൊണ്ടാണ് മഹത്തുക്കൾ പറഞ്ഞത് അൽ യൗമ അമലുൻ വലാ ഹിസാബ്, ഇന്ന് കർമ്മമാണ്, വിചാരണല്ല. ഇന്ന് കർമ്മമാണ്, വിചാരണ ആരോടും അള്ളാഹു ഇവിടെ വിചാരണ ചെയ്യൂല. ഇന്ന് കർമ്മമാണ്. വഗദൻ ഹിസാബുൻ ലാ അമൽ, നാളെ വിചാരണയാണ്, കർമ്മം ചെയ്യാൻ പറ്റൂല. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ കർമ്മമാണ്, വിചാരണയില്ല. നാളെ വിചാരണയാണ്, കർമ്മമുണ്ടാവില്ല. അതുകൊണ്ട് രക്ഷപ്പെടുന്നവർ അവർ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് രക്ഷപ്പെടുന്നത്. ആർക്കെങ്കിലും അതിനുള്ളിൽ താൻ ചെയ്ത
തിന്മകൾ കണ്ടാൽ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹ്, ഞാൻ ചെയ്തത് കൊണ്ടല്ലേ, അതുകൊണ്ട് ആരും സ്വന്തം ശരീരത്തെ അല്ലാതെ ആക്ഷേപിക്കേണ്ടതില്ല എന്ന് അല്ലാഹു തആല പറയും. സ്വഹീഹ് മുസ്ലിമിൽ ഹദീസുണ്ട്. അല്ലാഹു തആല പറയാൻ, ഓരോരുത്തർക്കും കുടുംബ ബന്ധങ്ങളുണ്ട്. നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ അള്ളാഹുവുമായുള്ള ബന്ധം എങ്ങനെയാണ്, ആ ബന്ധമാണ് രക്ഷപ്പെടുന്നത്. ഇവിടുത്തെ തറവാടല്ല, ഇവിടുത്തെ കുടുംബ മഹിമയല്ല. യാ ഇബാദി അൽയൗമ അളഉ അൻസാബകും, നിങ്ങളുടെ കുലമഹിമകളെല്ലാം ഞാൻ ഇവിടെ താഴ്വെക്കുകയാണ്. വഅർഫഉ നസബി, ഞാനുമായി ബന്ധമുള്ളവർ, ആ കുടുംബ ബന്ധം അത് ഞാൻ ഇവിടെ ഉയർത്തിവെക്കും. നിങ്ങളുടെ കുടുംബ ബന്ധം എന്റെ തറവാട്ടിലായിരുന്നു ഇന്നാലിന്ന മന്ത്രി ഉണ്ടായത്, MLA ഉണ്ടായത്, അതൊക്കെ വിട്ടേക്ക്. അല്ലാഹു അൻസാബക്കും, ഞങ്ങളുടെ വാപ്പ നാട്ടിലെ പ്രധാനപ്പെട്ട കാരണവരായിരുന്നു, ശരിയാണ്. ഞാനുമായുള്ളൊരു ബന്ധമാണോ അത് മാത്രമേ ഇവിടെ ഞാൻ എടുക്കുകയുള്ളൂ, അല്ലാത്തതൊക്കെ പോവുകയാണ്. അല്ലാഹു അൻസാബക്കും. അല്ലാഹുവിന്റെ അർശ് സ്ഥാപിക്കപ്പെട്ടുകൊണ്ടാണ് അല്ലാഹു വിചാരണ ചെയ്യുന്നത്. ഈ പ്രപഞ്ചം മുഴുവനും ഒരു ചെറിയ ഒരു വള പോലെ, ഒരു റിങ് പോലെ നമ്മൾ ആ ഹദീസ് മനസ്സിലാക്കി. ഒരു വിശാലമായ കണ്ണെത്താത്ത മരുഭൂമി, ആ മരുഭൂമി അള്ളാഹുവിന്റെ അർശാണെന്ന് സങ്കല്പിക്കാം. ആ മരുഭൂമിയിൽ കൊണ്ടുവെക്കുന്ന ചെറിയൊരു റിങ്, ഒരു ബാങ്കിൾ എന്ന ഒരു വള എന്ന് പറയാൻ പറ്റില്ല, അതിലും ചെറുത്, അതാണ് ഈ പ്രപഞ്ചം ഒന്നാകെ. അത്രയും വലുതാണ് അള്ളാഹുവിന്റെ അർശ്. ആ അർശ് സ്ഥാപിക്കപ്പെട്ടതിന്റെ ശേഷമാണ് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ബില്യൺ കണക്കിന് ആളുകൾ റബ്ബിന്റെ മുമ്പിലേക്ക് ഒരുമിച്ച് കൂടുന്നത്. അമ്പിയാക്കന്മാർ അവിടെ ഉണ്ട്, മാലാഖമാർ മുഴുവനും അവിടെ വലയം ചെയ്തിരിക്കുകയാണ്. ഖിയാമത്തിന്റെ വോളണ്ടിയർമാർ അള്ളാഹുവിന്റെ മലക്കുകളാണ്, മാലാഖമാരാണ്. അമ്പിയാക്കന്മാർ പോലും കാലിന്റെ മുട്ടുകളിൽ ഇഴഞ്ഞു നിൽക്കുന്നതാണ്. ജാസീന അല റുകബ്, അമ്പിയാക്കന്മാർ പോലും ആ ദിവസത്തിന്റെ ഭയാനകത കണ്ടിട്ട് നിൽക്കാൻ കഴിയില്ല, കാൽമുട്ടിലിരിക്കുന്നവരാണ്. മൃഗങ്ങളും വന്യജീവികളും എല്ലാം, പക്ഷികളും ജീവജാലങ്ങളും പാറ്റകളും എല്ലാം അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരുന്നുണ്ട് ഹിസാബിൽ. അതാണ് അത്ഭുതം. തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, 2 കൊമ്പുണ്ടായിരുന്ന ഒരാട് കൊമ്പില്ലാതിരുന്ന ഒരാടിനെ അന്യായമായി കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൊമ്പില്ലാതിരുന്ന ആടിന് അള്ളാഹു കൊമ്പ് കൊടുത്ത് മറ്റേതിന്റെ കൊമ്പ് തിരിച്ചെടുത്തതിനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ മൃഗങ്ങളുടെ കോടതി വിധി പറഞ്ഞതിന്റെ ശേഷം, ജീവജാലങ്ങളുടെ കോടതിയിൽ വിധി പറഞ്ഞതിന്റെ ശേഷം, കൂനു തുറാബ, turn to earth, നിങ്ങളൊക്കെ മണ്ണായി മാറിക്കോളൂ എന്ന് ആ ജീവജാലങ്ങളോട് അല്ലാഹു പറയും. അപ്പോഴാ ഉമർ തങ്ങളൊക്കെ പറഞ്ഞു പോയത്, റബ്ബേ, അങ്ങനെ പറയപ്പെടുന്നവരിൽ ഞാനൊന്ന് പെട്ടുപോയെങ്കിൽ ലാ ഹിസാബ വലാ അറദ്, ഒരു വിചാരണയോ ഒന്നും വേണ്ട, മരിച്ചതിന്റെ ശേഷം തീർന്നു എന്ന് അല്ലാഹു പറയുകയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നൊക്കെ സ്വർഗം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പ് കൊടുത്തു ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല. അപ്പോ ജീവജാലങ്ങൾ മുഴുവനും, പക്ഷികൾ പോലും അവിടെ ശബ്ദിക്കൂല എന്നാ. സിംഹത്തിന് അവിടെ റോറിംഗ് സൗണ്ട് ഇല്ല, ആനകൾ ചിഹ്നം വിളിക്കൂല, എല്ലാം ശാന്തമായിട്ട് നിൽക്കുന്ന ഒരു രംഗമാണ്. അവിടെ വക്കീൽമാരില്ല, അവിടെ കൈക്കൂലി കൊടുക്കുന്ന ആളുകളില്ല, ഒന്നുമില്ല. അള്ളാഹുവിന്റെ ഉടമസ്ഥനായ റബ്ബിന്റെ വിധി പറയാൻ കാത്തിരിക്കുന്ന അഹ്കമുൽ ഹാക്കിമീനായ അള്ളാഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا تعملون من عمل إلا كنا عليكم شهودا إذ تفيضون فيه. سورة يونس. ولا تعلمون من عمل إلا كنا عليهم شهودا. നാളെ വിചാരണയ്ക്ക് വരുമ്പോൾ അല്ലാഹു തആല സാക്ഷി നിർത്തുന്ന അല്ലാഹുവിന്റെ സാക്ഷികൾ വ്യത്യസ്തമാണ്. 7ഓളം സാക്ഷികൾ നാളെ നമുക്കെതിരെ അല്ലാഹുവിന്റെ കോടതിയിൽ ഉണ്ടാകും. അതിലൊന്നാമത്തെ സാക്ഷി നമുക്കെതിരെ സാക്ഷി പറയുന്നത്, അനുകൂലമായി സാക്ഷി പറയുന്നത് എല്ലാം ആദ്യത്തെ സാക്ഷി ആരാണ്? അല്ലാഹു ജല്ല ജലാലുഹു ആണ്. അത് തന്നെ മതി. വകഫാ ബിഹി ഹസീബ, ആ വിചാരണ തന്നെ ധാരാളമാണ്. നിങ്ങൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും വലാ തഅമലൂന മിൻ അമലിൻ ഇല്ലാ കുന്നാ അലൈക്കും ശുഹൂദാ, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം ഞാൻ സാക്ഷിയായിരുന്നു. സുബ്ഹാനല്ലാഹ്. മനുഷ്യന്മാർ അറിഞ്ഞിട്ടുണ്ടാവില്ല ആരാണ് അതൊക്കെ ഉണ്ടാക്കി വിട്ടത്, പക്ഷേ അല്ലാഹു സാക്ഷിയാണ്. ഇദ് തുഫീദൂന ഫീഹി,
അനാവശ്യമായ ആ വിഷയങ്ങളിൽ നിങ്ങൾ ആണ്ടുപൂണ്ട് ആഴത്തിലേക്ക് ഇറങ്ങി ഫിത്നകളും ഫസാദും പറയുന്ന നേരം അല്ലാഹു നിങ്ങൾക്ക് മേൽ സാക്ഷിയായിട്ടുണ്ടായിരുന്നു. അല്ലാഹു സാക്ഷിയായിരുന്നു. ويوم نحشرهم جميعا ثم نقول للذين أشركوا مكانكم أنتم وشركاؤكم فزيلنا بينهم وقال شركاؤهم ما كنتم إيانا تعبدون فكفى بالله شهيدا بيننا وبينكم إن كنا عن عبادتكم لغافلين. അല്ലാഹുവേ, ദൈവങ്ങളെ ആരാധിച്ചിരുന്നവർ, ബഹുദൈവ ആരാധന നടത്തിയിരുന്ന ആളുകളെ അല്ലാഹു നിങ്ങൾ അവിടെ നിന്നേക്കൂ, നിങ്ങളും നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളും അവിടെ നിൽക്കട്ടെ. فكفى بالله شهيدا بيننا وبينكم. നമുക്ക് സാക്ഷിയായി അല്ലാഹു തന്നെ ധാരാളമല്ലേ. هنالك تبلو كل نفس ما أسلفت وردوا إلى الله مولاهم الحق وضل عنهم ما كانوا يفترون. മനുഷ്യന്റെ കർമ്മങ്ങൾ മുഴുവനും വീക്ഷിച്ചിരുന്ന അല്ലാഹു നിങ്ങൾക്ക് അവിടെ സാക്ഷിയായിട്ടുണ്ട്. അതുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയൂല. അല്ലാഹു തആല മഹ്ശറുടെ രംഗം പറയുന്നതൊക്കെ വളരെ പേടിയോടെയും ഭയപ്പാടോടുകൂടെയും മാത്രമേ നമുക്ക് കേൾക്കാനും പറയാനും കഴിയുള്ളൂ. രണ്ടാമത്തെ സാക്ഷിയാണ് കുല്ലു നബി, എല്ലാ അമ്പിയാക്കന്മാരും അവിടെ സാക്ഷിയാണ്. വഉരിദു അലാ റബ്ബിക സഫ്ഫാ, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് സഫ്ഫ് സഫായിട്ട് നിങ്ങൾ അല്ലാഹു വിസ്തരിക്കുകയാണ്. വൗദിഅൽ കിതാബ്, നിങ്ങളുടെ രേഖയും അല്ലാഹു കൈകളിൽ നൽകുന്നു. വലാ യദ്ലിമു റബ്ബുക അഹദ, ആഖിറത്തിലെ അല്ലാഹുവിന്റെ കോടതിയുടെ അതിന്റെ മോട്ടോ, അല്ലാഹുവിന്റെ പ്രഖ്യാപനം ലാ ദുൽം, ആരോടും അന്യായമില്ല. അങ്ങനെയാണ് ഇവിടുത്തെ കോടതി നടക്കുക. അന്യായം ഇല്ലേ ഇല്ല. അമ്പിയാക്കന്മാർ വരുന്നു. فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്വഹാബിയോട്, ഇബ്നു മസ്ഊദ് തങ്ങളാണെന്ന് തോന്നുന്നു, ഓതണം, ഇഖ്റ അലയ്യ, നിങ്ങൾ എനിക്ക് ഓതി തരൂ. അഖ്റ അലൈക വ അലൈക ഉൻസിൽ, നബിയെ ഞാൻ നിങ്ങൾക്ക് ഓതി തരികയോ, അങ്ങേക്കല്ലേ ഖുർആൻ ഇറങ്ങിയത്, എന്നാലും നിങ്ങൾ ഓതൂ, എനിക്ക് മറ്റൊരാളിൽ നിന്ന് ഖുർആൻ കേൾക്കുന്നത് ഇഷ്ടമാണ്. ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങൾക്ക് സൂറത്തുൻ നിസാ ഓതി കൊടുത്തു. ആ സമയത്ത് ഈ ആയത്ത് എത്തിയപ്പോൾ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, മതി മതി, ഇനി ഓതണ്ട. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഫഇദാ ഐനാഹു തദ്രിഫാൻ, അവിടുത്തെ പരിശുദ്ധമായ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ആയത്തെത്തിയപ്പോൾ ഇനി മതി, ഒന്നും വേണ്ട, മതി മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. നബിയെ, ഓരോ സമുദായത്തിനും സാക്ഷി പറയാൻ ആ സമുദായത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ കൊണ്ടുവരികയും അങ്ങയുടെ ഈ അനുയായികൾക്ക് മുഴുവനും സാക്ഷി പറയാൻ നാം അങ്ങയെ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടായിരിക്കും? അതോർത്തുകൊണ്ട് ഹബീബായ തങ്ങൾ കരഞ്ഞുപോയി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ അമ്പിയാക്കന്മാരെയും അവരുടെ ആളുകൾക്ക് സാക്ഷി പറയാൻ കൊണ്ടുവരും, അങ്ങയെയും കൊണ്ടുവരും. നബിയെ, അങ്ങ് സാക്ഷി പറയണം. അള്ളാഹുവിന്റെ വിധി, അള്ളാഹുവിന്റെ നിയമങ്ങൾ അങ്ങ് ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇല്ലേ. അങ്ങ് പറഞ്ഞു കൊടുത്തുവോ? ഇല്ലേ. ഞാൻ പറഞ്ഞു കൊടുത്തു. അല്ലാഹുമ്മ ബല്ലഗ്ത്, ഞാൻ അറിയിച്ചു കൊടുത്തിട്ടുണ്ട് പടച്ചവനെ. നബിയെ, നിങ്ങൾ സാക്ഷി പറയണം. ഇവരുടെ കർമ്മങ്ങൾക്ക് അങ്ങ് സാക്ഷിയാണ്. ഇതോർത്തുകൊണ്ട് നബി തങ്ങൾ കരഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്, അള്ളാഹുവിന്റെ വിചാരണയിൽ സാക്ഷികൾ വിസ്തരിക്കപ്പെടുമ്പോൾ മൂന്നാമത് വരുന്നത് അൽ അർള്, ഭൂമിയാണ്, ഇടങ്ങളാണ്, ഫ്ലാറ്റുകളാണ്, വില്ലകളാണ്, നമ്മുടെ ബെഡ്റൂമുകളാണ്, നമ്മുടെ ഇടങ്ങളാണ്, അങ്ങാടികളാണ്, നമ്മുടെ ഷോപ്പുകളാണ്, ഷോപ്പിംഗ് മാളുകളാണ്, നിരത്തുകളാണ്, പച്ചമണ്ണാണ്, എല്ലാം അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരും.
യൗമഇദിൻ തുഹദ്ദിഥു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ. അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയും ഭൂമി. ഇൻഷാ അല്ലാഹ് ഈ സെന്റർ നമുക്ക് വേണ്ടി അനുകൂലമായി സാക്ഷി പറയണം. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. ആമീൻ. മജ്ലിസുൽ ഇൽമിൽ ഇരുന്ന സ്ഥലങ്ങൾ, നമ്മളൊരു വഅദിന് പോയി, ഒരു ദിക്റിന് ചെന്നു, ഒരു ഖുർആൻ ഓതുന്ന മജ്ലിസിലേക്ക് എത്തി, അല്ലാഹുവിനെ ഓർക്കുന്ന മജ്ലിസിലേക്ക് എത്തി, നിസ്കരിക്കുന്ന ഇടങ്ങളിലേക്ക്, മുസല്ലകളിലേക്കും മസ്ജിദുകളിലേക്കും എത്തി, അതൊക്കെ അനുകൂലമായി സാക്ഷി പറയും. പടച്ചവനെ, അവരെ കൂടെ വന്നു, ഞാൻ സാക്ഷിയാ റബ്ബേ, അവർ ചെയ്ത നന്മകൾക്ക് ഞാൻ സാക്ഷിയാണ്. കോഫി ഷോപ്പുകളിലേക്കും സിനിമ തിയേറ്ററുകളിലേക്കും മറ്റു അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത എവിടെയെല്ലാം ഉണ്ടോ ഇവിടേക്കൊക്കെ ചെന്നത് മുഴുവൻ ആ സ്ഥലങ്ങൾ സാക്ഷി പറയും അള്ളാഹുവിലേക്ക്. യാ അല്ലാഹ്, മനുഷ്യന്റെ ശബ്ദവും അനക്കവും റെക്കോർഡ് ചെയ്തിട്ടുള്ള റെക്കോർഡായ ഡിവൈസുകൾ, മനുഷ്യന്റെ കമ്പ്യൂട്ടറുകൾ, മനുഷ്യന്റെ മൊബൈൽ ഫോണുകൾ അള്ളാഹുവിനോട് സാക്ഷി പറയും. നമ്മളങ്ങനെ ചിന്തിക്കാറുണ്ടോ? നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ അതൊരു ഷാഹിദാണ്, ഒരു സാക്ഷിയാണ് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക്. നിന്നതൊക്കെ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയില്ലേ, ഞാൻ ചെയ്തിട്ടില്ല. ഫോണിൽ എപ്പം വിളിച്ചു, എന്നേരം സംസാരിച്ചു, എന്തൊക്കെ നീ കണ്ടു, എന്തൊക്കെ നീ കാണിച്ചു കൊടുത്തു, എന്തൊക്കെ നീ കേൾപ്പിച്ചു, കേട്ടു. ഇതിന് കയ്യിലുള്ള നമ്മുടെ മൊബൈൽ ഫോണുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സാക്ഷിയാണ്, ഷാഹിദാണ്. അല്ലാഹ്. നാലാമത്തെ സാക്ഷിയുണ്ട് അഇമ്മത്തുസ് സ്വലാഹി വത്തുഖാ, ഈ സമൂഹത്തിലെ നന്മയുടെ ഇമാമീങ്ങൾ, വത്തുഖാ, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ. അല്ലാഹ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന അർബഅതൻ യുസ്തശ്ഹദു അലൈഹിം ബിഅർബഅ, നാല് വിഭാഗം ആളുകൾക്ക്, ആളുകളെ വിസ്തരിച്ച് അല്ലാഹു അവർക്കെതിരെ സാക്ഷി പറയും. നാല് വിഭാഗത്തിന് നാലാളുകളെ സാക്ഷി പറയും. യുനാദാ ബിൽ അഗ്നിയാഇ വ അഹ്ലിൽ ഗിബ്ത, മുതലാളിമാരെ കൊണ്ടുവരും, സമ്പത്തുണ്ടായിരുന്ന ആളുകളെ കൊണ്ടുവരും, സമ്പത്തിന് വേണ്ടി മത്സരിക്കുന്നവരെ കൊണ്ടുവരും. ഫയുഖാലു ലഹും, അവരോട് പറയപ്പെടും, മാ ശഗലകും മൻ ഇബാദത്തില്ലാഹ്, എന്തേ നിങ്ങൾ ഇബാദത്ത് ചെയ്യാതിരുന്നത്? അവർ പറയും, അല്ലാഹുവേ, അഅതാനല്ലാഹു മുൽകൻ വ ഗിബ്ത ശുഗിൽനാ അനിൽ ഖിയാമി ബിഹഖ്ഖിഹി ഫീ ദാരിദ് ദുനിയ, ഒരുപാട് പൈസയും സമ്പത്തൊക്കെ ഉണ്ടായപ്പോ അതുമായി അനുബന്ധമായ യാത്രകളും അതിനനുബന്ധമായ മീറ്റിങ്ങുകളും അതിനു വേണ്ട ജോലി തിരക്കുകളും അതിന്റെ പിന്നാലെയുള്ള ഓട്ടങ്ങളുമൊക്കെയായി നിസ്കാരമൊന്നും കൃത്യമായി ചെയ്യാൻ പറ്റിയില്ല. ഒരു നന്മയും ഫർളൊക്കെ നിസ്കരിച്ചു എന്നല്ലാതെ ഒരു സുന്നത്തോ ഒരിടം ഖുർആൻ ഓതാനോ ഒന്നും പറ്റിയിട്ടില്ല. പടച്ചോനെ, ഞങ്ങൾ ബിസിനസിന്റെ തിരക്കിലായിരുന്നു എന്ന് മുതലാളിമാർ അല്ലാഹുവിനോട് പറയും. അല്ലാഹുവിന്റെ മറുപടി എന്താണെന്നറിയോ? മൻ അഅ്ലമു മുൽകൻ അൻതും അം സുലൈമാൻ, നിങ്ങളാണോ ഏറ്റവും വലിയ അധികാരവും സമ്പത്തും കിട്ടിയത്, അതല്ല സുലൈമാൻ നബിയാണോ അലൈഹിമുസ്സലാം? ബൽ സുലൈമാൻ, സുലൈമാൻ നബിക്കാണല്ലോ റബ്ബേ നീ കൊടുത്തത്, ഞങ്ങൾക്കല്ല. സുലൈമാൻ നബിക്ക് കൊടുത്ത പോലെ നീ ആർക്കും കൊടുത്തിട്ടില്ലല്ലോ. എന്നാൽ മാ ശഗലഹു ദാലിക അനിൽ ഖിയാമി ബിഹഖില്ലാഹി വദ്ദഇബി ഫീ ദിക്രിഹി, അല്ലാഹുവിനെ ഓർക്കാനും അല്ലാഹുവിനെ സ്മരിക്കാനും ഇബാദത്ത് ചെയ്യാനും സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സമ്പാദ്യം ആ മഹാനായ പ്രവാചകന്റെ തടസ്സമായിട്ടില്ലല്ലോ. സുലൈമാൻ നബിയുടെ അധികാരത്തിന്റെയോ സമ്പത്തിന്റെയോ ലക്ഷത്തിൽ ഒരംശം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? നമ്മൾ എത്ര വലിയ ബില്യണയർ ആണെങ്കിലും സുലൈമാൻ നബി അലൈഹിസ്സലാം മുൽക്കൻ ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി, ഇനി ഒരാൾക്കും ലോകത്ത് കിട്ടാൻ പാടില്ലാത്ത, ഒരാൾക്കും അവകാശപ്പെടാൻ പാടില്ലാത്ത അത്രയും വലിയ അധികാരം റബ്ബേ ഞാൻ നിന്നോട് ചോദിച്ചു വാങ്ങുകയാണ്. കാരണം എനിക്ക് ഭരണം നടത്താൻ കഴിയും, ആ കഴിവ് എനിക്കുണ്ട്. ആ ഒരു കഴിവ് മാനിച്ചുകൊണ്ട് നീ എനിക്ക് അധികാരം തരണം. എങ്ങനത്തെ അധികാരം? ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി, ഒരാളും എൻ്റെ കൂടെ എത്താൻ പാടില്ല. അങ്ങനത്തെ അധികാരം താ, അള്ളാഹുവിനോട് ചോദിക്കാന്നാണ്. ഓരോരുത്തർക്ക് പല കഴിവല്ലേ. ഈ ആയത്തിനെ തന്നെ വ്യത്യസ്തമായ രീതികളിൽ ഉലമാ വ്യാഖ്യാനിക്കും. കാരണം ഓരോ മനുഷ്യനും എല്ലാവരും ഹാഫിദീങ്ങളും ആലിമീങ്ങളും ആവുക കഴിയില്ല.
ഈ ദുന്യാവിൻ്റെ സന്തുലിതാവസ്ഥക്ക് തടസ്സം വരും. ഓരോരുത്തരുടെയും കഴിവ് വ്യത്യസ്തമായിരിക്കും. എനിക്ക് ഇങ്ങനൊരു കഴിവുണ്ട് പടച്ചവനെ, അത് നീ പരിപോഷിപ്പിച്ചതാ. ഞാൻ കച്ചവടം ചെയ്യാൻ ഉഷാറാണ്, എന്നാൽ നിന്നെ മറപ്പിച്ചു കളയാത്തൊരു സമ്പാദ്യം എനിക്കിതാ. എനിക്ക് എഞ്ചിനീയറിംഗ് സ്കില്ലുണ്ട്, വാപ്പയോ ഉമ്മയോ തള്ളിവിട്ട് പഠിപ്പിച്ചതല്ല, എനിക്ക് തന്നെ ഒരു ആഗ്രഹം താല്പര്യമുള്ളതാണ്. എന്നാൽ വളരെ മനോഹരമായി നിന്റെ ദീനിന് ഉപകാരപ്പെടുന്ന പലതും എനിക്ക് എൻ്റെ സ്കില്ല് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റണം, എനിക്ക് തൗഫീഖ് താ. റബ്ബിനോട് ചോദിക്കാം. ഓരോ കഴിവുകൾ അള്ളാഹുവിനോട്. അങ്ങനത്തെ ഒരു കഴിവാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിച്ചു വാങ്ങിയത്. എനിക്ക് അധികാരം വേണം എന്ന് ചോദിച്ച നബിയാണ് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. സുലൈമാൻ നബിക്ക് തടസ്സം വന്നിട്ടില്ലല്ലോ നിസ്കരിക്കാൻ. നിങ്ങളുടെ ബിസിനസ് എവിടെ കിടക്കുന്നു? സുലൈമാൻ നബിയുടെ ബിസിനസ് എവിടെ കിടക്കുന്നു? അള്ളാഹു ചോദിക്കും, സാക്ഷി പറയാണ്. പ്രയാസമുള്ള ആളുകൾ വരിൻ, അല്ലാഹു തആല വിളിക്കും. കുറേ കഷ്ടപ്പാടുണ്ടായ ആളുകളില്ലേ, ഒരുപാട് വിഷമുള്ളവർ. നമ്മളിൽ തന്നെ കഷ്ടപ്പെടുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊന്നും അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് തടസ്സമാവാതെ റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ. ദാരിദ്ര്യത്തിന്റെ പിന്നാലെ ഓടുകയാണ് ജീവിതകാലം മുഴുവൻ. എന്ത് ചെയ്യുക? കഷ്ടപ്പാടിന്റെ പിന്നാലെയുള്ള ഓട്ടത്തിൽ അള്ളാഹുവിനെ മറന്നുപോവുക. അതൊരു പരീക്ഷണമാണ്. ഐന അഹ്ലുൽ ബലാ, പ്രയാസപ്പെടുന്ന ആളുകൾ എവിടെ എന്ന് പറയുമ്പോൾ വിവിധങ്ങളായ പരീക്ഷണങ്ങളുള്ള ആളുകൾ മുഴുവനും അവിടെ വരും. രോഗികൾ വരും, കടം കൊണ്ട് കുടുങ്ങിയവർ വരും, മക്കളെ കെട്ടിക്കാൻ ബുദ്ധിമുട്ടിയവര്, വീട് വെക്കാൻ പ്രയാസപ്പെട്ടവര്, എല്ലാവരും വരും. എന്തുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ നിങ്ങൾക്ക് സമയം കിട്ടാതെ പോയത്? എന്ത് പറ്റി നിങ്ങൾക്ക്? നിങ്ങളുടെ കാലം മുഴുവൻ ചെലവഴിച്ചത് പിരിക്കാനും സമ്പത്തുണ്ടാക്കാനും നിങ്ങളുടെ പ്രയാസങ്ങൾ പരിഹരിക്കാനുമുള്ള ഓട്ടത്തിനിടയിൽ നിങ്ങൾ എന്തേ അള്ളാഹുവിനെ മറന്നുപോയത്? അവർ പറയും, ദുന്യാവിൽ അള്ളാഹുവേ നീ ഞങ്ങളെ പരീക്ഷിച്ചില്ലേ? ഒരുപാട് പരീക്ഷണം തന്നില്ലേ പടച്ചവനെ? താങ്ങാനാവാത്ത പ്രയാസം നീ തന്നില്ലേ? ആ പ്രയാസങ്ങളുടെ ബാഹുല്യം കൊണ്ട് റബ്ബേ ഞങ്ങൾക്ക് ഇന്നെ ഓർക്കാൻ പറ്റിയിട്ടില്ല. വേണ്ട വിധത്തിൽ നടക്കായിരുന്നു. ഏതോ റെസിപ്റ്റ് കണ്ടല്ലോ, ദുബായിക്ക് വിസ കിട്ടാൻ വേണ്ടി സംഭാവന എന്ന് പറഞ്ഞിട്ട് റെസിപ്റ്റ് ആർക്കോ ഒരാൾക്കൊരു നോട്ടീസ് അടിച്ചു കൊടുത്തിട്ട്, പച്ച നുണയാണോ എന്നറിയില്ല, ഈ വാട്സാപ്പിൽ വരുന്നൊന്നും വിശ്വസിക്കാനും പാടില്ലേ. ദുബായ് വിസിറ്റ് പോവാൻ വേണ്ടി നിങ്ങൾ കണ്ടവരും കൈപ്പൊക്കിയട്ടെ. മതി അപ്പൊ ഇതൊക്കെയാണ് കാലേ. ഒരേ റെസീറ്റ് കിട്ടുന്ന കുട്ടിനെ കെട്ടിച്ചിട്ട് കുട്ടിക്ക് മക്കളുമായിട്ട് എൻ്റെ കുട്ടിനെ കെട്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ റെസീറ്റ് നടക്കുന്നുണ്ടോ എപ്പോഴും നാട്ടില്? അങ്ങനെയൊക്കെ ഉണ്ട്. എന്തെല്ലാം തട്ടിപ്പുള്ള ലോകമാണ്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ, വല്ലാത്ത ലോകമാണ്. വലിയൊരു തട്ടിപ്പിന്റെ ചുരുൾ ഇന്നലെ രാത്രി അഴിഞ്ഞതിൻ്റെ വല്ലാത്ത ഷോക്കിലാണ് ഞാനുള്ളത്. അപ്പോൾ ഞാൻ പറയാം, ഉസ്താദന്മാരെ പേര് വെച്ചിട്ടും പാണക്കാട് തങ്ങന്മാരെ പേര് വെച്ചിട്ടൊക്കെ പല ബിസിനസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ സമീപിക്കും. ആ തങ്ങന്മാരോട് ഉസ്താദന്മാരോടൊക്കെ ചോദിച്ചിട്ട് കൊടുത്താൽ മതി, വല്ല പൈസയും കൊടുക്കുന്നുണ്ടെങ്കിൽ. മറ്റേ ഫോട്ടോ കണ്ടല്ലോ, ഒപ്പം നിൽക്കണ സെൽഫി ഉണ്ടല്ലോ, ഒപ്പം ഇരിക്കണ ഫോട്ടോ ഉണ്ടല്ലോ, മീറ്റിംഗ് ആണല്ലോ, ഇതൊന്നും കണ്ട് പെടാൻ നിൽക്കണ്ട. ഞാനിപ്പോൾ തങ്ങപ്പാപ്പുണ്ടല്ലോ എന്ന് ചോദിച്ചു. പാണക്കാട് തങ്ങന്മാരെ അറിയും കൂടിയില്ല ചില കേസുകൾ. ഓലെ പേരും പറഞ്ഞിട്ടേ ഓലെ മലക്കുകൾ വരെ അറിയില്ല. അപ്പം അങ്ങനത്തെ മഹാ തട്ടിപ്പന്മാരൊക്കെ ഉള്ള കാലാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ചോളൂ. അപ്പോ പടച്ചോനെ, പ്രയാസങ്ങളെ കൊണ്ട് നടന്നിട്ട് നിസ്കരിക്കാനൊന്നും നേരം കിട്ടിയില്ല. എന്താ പറയാ, കഷ്ടപ്പാട് കൊണ്ട് നടന്നിട്ട് എന്ത് ചെയ്യില്ല, എനിക്ക് അള്ളാഹു നിന്നെ ഓർക്കാൻ സമയം കിട്ടിയില്ല. അള്ളാഹുവിന്റെ മറുപടി വരുന്നു, മൻ അശദ്ദു ബലാഅൻ അൻതും അം അയ്യൂബ്, നിങ്ങളാണോ അതോ അയ്യൂബ് നബി അലൈഹിസ്സലാമാണോ ഏറ്റവും കൂടുതൽ പരീക്ഷണം അനുഭവിച്ചത്? എന്റെ നബി അയ്യൂബ് നബിയെ നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്റെ നബിയുടെ പ്രയാസങ്ങൾ ഞാൻ എന്റെ കിതാബിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ?
ശരീരത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത വിധം, നിസ്കരിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ശരീരമാസകലം അസുഖം വരികയും കൂട്ടുകാർ മുഴുവനും ഉപേക്ഷിക്കുകയും തന്റെ പ്രിയപ്പെട്ട ഭാര്യ റഹ്മാ ബീവി മാത്രമല്ലാതെ മറ്റാരും കൂടെയില്ലാതെ സർവരാലും ഉപേക്ഷിക്കപ്പെടുകയും സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്ത എന്റെ നബി അയ്യൂബ് നബിയാണോ നിങ്ങളാണോ പ്രയാസം അനുഭവിച്ചത്? അവര് പറയും ബൽ അയ്യൂബ് നബി അലൈഹിസ്സലാം തന്നെയാണ് ഞങ്ങളെക്കാളും കഷ്ടപ്പെട്ടത്. എന്നാൽ നമ്മുടെ അവകാശം തരാനും എന്റെ സ്മരണയിലായി നിലനിന്നു പോകാനും അയ്യൂബ് നബി അലൈഹിസ്സലാമിന് ഈ രോഗം തടസ്സമായിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ടെന്ന പേര് പറഞ്ഞ് എന്തുകൊണ്ട് നിങ്ങൾക്ക് എന്നെ ഓർക്കാൻ പറ്റിയില്ല? അല്ലാഹു തആല ചോദിക്കും. എന്താ നോക്കണം, എല്ലാറ്റിനും ഉദാഹരണം അള്ളാഹുവിന്റെ കിതാബിൽ വെച്ചിരിക്കാൻ. അയ്യൂബ് നബിയുടെ അടുത്തേക്കും നമ്മൾ എത്തുന്നില്ലല്ലോ. ഇനി എന്ത് പ്രയാസം പറഞ്ഞാലും സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അത്ര ഒരു മുതലാളി എത്തൂല്ല. പിന്നെ അല്ലാഹു വിളിച്ചു പറയും, എവിടെയാണ് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ, നല്ല ഭംഗിയുണ്ടായിരുന്ന, കാണാൻ ചേലുണ്ടായിരുന്ന ചെറുപ്പക്കാർ എവിടെ? വൽ മമാലീക്, ഉടമസ്ഥന്മാർക്ക് വേല ചെയ്തിരുന്ന അടിമകൾ ഉണ്ടായിരുന്നല്ലോ, വീട്ടുജോലിക്കാരുണ്ടായിരുന്നല്ലോ, അവരൊക്കെ എവിടെ? എല്ലാരും വരട്ടെ. ഹൗസ് ഡ്രൈവർമാരൊക്കെ വരുമോന്നറിയില്ല. മറ്റൊരാൾക്ക് വേണ്ടി ജോലി എടുത്ത ആൾക്കാരെന്നതിനർത്ഥം. എൻ്റെ ഉടമസ്ഥന്റെ സമ്മതം കിട്ടാതെ അനങ്ങാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. വീട്ടു ജോലിയൊക്കെ വളരെ റാഹത്താണ്, കാര്യമായിട്ട് പണിയൊന്നുമില്ല. പക്ഷേ 24 മണിക്കൂറും അലേർട്ടായി നിൽക്കണേ, എപ്പോൾ വിളിച്ചാലും പോകണം. പിന്നെ ഇപ്പം എന്തുകൊണ്ട് കാര്യം? നീ ആള് ഫ്രീ ആണ്, കാൽമ കെട്ടിയിട്ടേ. അപ്പം അങ്ങനെ ഒരുപാട് വീട്ടുജോലി ചെയ്യുന്ന കഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെ GCCയിൽ ഒരുപാടുണ്ട് കേട്ടോ. അവരൊക്കെ ചിലപ്പോഴൊക്കെ ഓൺലൈനിലൊക്കെ ക്ലാസ്സൊക്കെ കേൾക്കാറുണ്ടെന്നൊക്കെ ചിലരൊക്കെ പറയാറുണ്ട്. ഞങ്ങൾക്കൊന്നും വരാൻ പറ്റൂലല്ലോ, അബുദാബി തന്നെ ഉള്ളവർ ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് കേൾക്കാറുള്ളത്. അല്ലാഹു തആലക്കൊക്കെ ഖൈർ ചെയ്യട്ടെ, അല്ലാഹുവിന്റെ ജോലിയിലൊക്കെ ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അങ്ങനെ കുക്കായിട്ടും അല്ലാതെയൊക്കെ ജോലി ചെയ്യുന്ന എത്രയോ ആളുകൾ. ഐന ശബാബ്, യുവാക്കളൊക്കെ എവിടെ? ചെറുപ്പക്കാർ വരും, സുമുഖന്മാരായിരുന്ന ആളുകൾ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഒരുപാട് ഭംഗി തന്നില്ലേ, ആ ഭംഗി കൊണ്ട് ഞങ്ങൾ ഫിത്നയിലായിപ്പോയി. ഗ്ലാമർ ഉണ്ടായിട്ട് കുടുങ്ങിപ്പോയി. എന്ത് ചെയ്തു? ആ ഗ്ലാമർ കൊണ്ട് അവൻ വരസാൻ തുടങ്ങി, അത് വെച്ചുകൊണ്ട് അവൻ പലരെയും വഞ്ചിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കുടുങ്ങിപ്പോയി റബ്ബേ. ഞങ്ങൾക്ക് അല്ലാഹുവിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ ഗ്ലാമറിന്റെ പിന്നാലെയായിരുന്നു, ചെത്തിപ്പൊളിച്ച് നടക്കുകയായിരുന്നു, അടിച്ചു പൊളിക്കായിരുന്നു ഒക്കെ പറയില്ലേ? അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. നേരം കിട്ടേണ്ട പഠിച്ചവനെ മുടി വാർന്നിട്ട് തന്നെ അരമണിക്കൂറായി. പിന്നെ അവനെ ഒതുണ്ടാക്കണവനെ ജെല്ലിട്ടിട്ടും അല്ലാതെ മേക്കപ്പ്. സുബ്ഹാനല്ലാഹ്. 45-50 വയസ്സായിട്ടും 16-17 വയസ്സുള്ള കുട്ടികൾ കുപ്പായിട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നമ്മളെ കൂടെ. ഇവിടെയല്ല, നമ്മളെ മലയാളികളിലെ. അറുപത്തൊന്നാണ്, അത് തിരിച്ചിട്ട പോലെ 16 വിചാരിച്ചിട്ട് ചെത്തിപ്പൊളി. അപ്പോ ചിലർക്ക് അങ്ങനെയായിരിക്കും, ഒരുതരം അതിലൊരു വലിയ രസം തോന്നുന്നവരുണ്ടാവും. അപ്പോൾ ഒന്ന് ചെത്തിപ്പൊളിക്കാൻ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ മറക്കരുത്, അതാണ് വിഷയം. ഞങ്ങൾ പടച്ചവനെ ഈ ഗ്ലാമറിന്റെ പിന്നാലെ പോയി നിന്നെ ഓർക്കാൻ പറ്റിയില്ല എന്ന് അവർ പറയാം. അപ്പൊ ജോലിക്കാരൊക്കെ ഇവിടെ പടച്ചവനെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉടമസ്ഥന്മാർ അവരുടെ സമ്മതം കിട്ടാതെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, ഞങ്ങളുടെ അടിമത്തത്തിന്റെ കീഴിലായതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട വിധത്തിൽ നിന്നെ ഓർക്കാൻ പറ്റിയിട്ടില്ല പടച്ചവനെ. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഓരോരുത്തരുടെ എക്സ്ക്യൂസുകളാണത്. ഞാൻ അറബി വിട്ട് ജോലിയല്ലേ, ഞാൻ ഇപ്പൊ എങ്ങനെയാ സംസ്കരിക്കുക? അല്ലാഹുവിന്റെ മറുപടി വരും, അൻതും അക്സറു ജമാലൻ അം യൂസുഫ് അലൈഹിസ്സലാം. നിങ്ങളാണോ ഏറ്റവും ഭംഗിയുണ്ടായിരുന്നത്, അതല്ല എൻ്റെ നബി യൂസുഫാണോ അലൈഹിസ്സലാം? എൻ്റെ യൂസുഫ് നബിയുടെ സൗന്ദര്യം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ചോദ്യം വരും.
യൂസുഫ് നബിയേക്കാളും സൗന്ദര്യമുണ്ടായിരുന്ന ഒരാളെ ഉള്ളൂ, അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻതും അക്സറു ജമാലൻ അം യൂസുഫ് അലൈഹിസ്സലാം, നിങ്ങൾക്കായിരുന്നോ സൗന്ദര്യം അതോ യൂസുഫ് നബിക്കായിരുന്നോ? യൂസുഫ് നബി അലൈഹിസ്സലാം അടിമത്തത്തിലായിരുന്നല്ലോ. കാന ഫീ റിഖിൽ ഉബൂദിയ്യ, യൂസുഫ് നബി അലൈഹിസ്സലാം അടിമയായിരുന്നുവല്ലോ. എന്നിട്ട് പോലും എന്നെ ഓർക്കാനോ എനിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാനോ സുമുഖനും സൗന്ദര്യവാനുമായിരുന്നിട്ടും അടിമയായിരുന്നിട്ടും എൻ്റെ യൂസുഫിന് തടസ്സമായിട്ടില്ലല്ലോ അലൈഹിസ്സലാം. അതുകൊണ്ട് നിങ്ങൾ എന്ത് പറയാൻ, ഇതൊന്നും കാരണമല്ല, സ്വീകരിക്കൂല. അല്ലാഹുവിന്റെ മറുപടി, ഐനൽ ഫുഖറാ, ദാരിദ്ര്യമുണ്ടായിരുന്ന ആളുകൾ എവിടെ? കയ്യിൽ പൈസ ഇല്ല. ആദ്യം പറഞ്ഞത് പ്രയാസപ്പെട്ടവര്, കഷ്ടപ്പെട്ടവര്. ഇനി കാശില്ലാത്തതിന്റെ പേരിൽ ദാരിദ്ര്യത്തിന്റെ പ്രയാസം പറഞ്ഞവർ. എന്തെങ്കിലും 2 റുപ്യ ഉണ്ടാക്കട്ടെ, കുറാം ക്ലാസ് പോയാൽ മിനിമം 1.5 മണിക്കൂർ ഞങ്ങൾക്ക് ഓവർ ടൈമിൽ ഇരുന്നാൽ എന്തായാലും മിനിമം ഒരു 50 ദിർഹമെങ്കിലും കിട്ടൂലേ എന്ന് വിചാരിക്കാം. കാരണം പറയാം, അല്ലെങ്കിൽ നിസ്കരിക്കാണ്ട് നേരം 20 മിനിറ്റ് നിസ്കാരത്തിന്റെ ബ്രേക്കോ 20 മിനിറ്റിന്റെ ഓവർ ടൈം കണക്കൂട്ടി അതൊരു 12 ദിർഹമിന് തുല്യമാണല്ലോ, എന്നാ പിന്നെ അതായിക്കോട്ടെ. അങ്ങനെ കഷ്ടപ്പാട് ഉണ്ട്. അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ വിഷയങ്ങൾ മാറ്റിവെച്ച് ചെയ്തവർ കുറെ ആൾക്കാരെ കൊണ്ടുവരും. എന്തേ നിങ്ങൾ എനിക്ക് വേണ്ടി വേണ്ടതൊക്കെ ചെയ്യാതിരുന്നത്? ഞങ്ങൾക്ക് ദാരിദ്ര്യം തന്നുകൊണ്ട് അള്ളാഹു ഞങ്ങളെ പരീക്ഷിച്ചുവല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ പൈസ ഉണ്ടാക്കുന്നതിന്റെ പിന്നാലെയായിരുന്നു. അള്ളാഹുവിന്റെ ചോദ്യം വരും, അൻതും അശദ്ദു ഫഖറാ അൻതും അം ഈസ അലൈഹിസ്സലാം, എന്റെ നബിയായ ഈസ നബിയാണോ നിങ്ങളാണോ ഏറ്റവും വലിയ ദാരിദ്ര്യം അനുഭവിച്ചത്? ബൽ ഈസ അലൈഹിസ്സലാം, ഈസ നബിയാണ് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിച്ച് ജീവിച്ച നബിയാണ് സയ്യിദുന ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാം ഉണങ്ങിയ റൊട്ടി അതുമാത്രം കഴിച്ച് ജീവിച്ച, എത്രയോ ദിവസങ്ങൾ പട്ടിണി കടന്ന് ജീവിച്ച നബിയാണ് സയ്യിദുന ഈസ നബി അലൈഹിസ്സലാം. എന്റെ ഈസാ നബി, അവർക്കൊന്നും ദാരിദ്ര്യം ഉണ്ടായിട്ട് എന്നെ ഓർക്കാൻ തടസ്സമായിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ നിങ്ങൾക്കത് തടസ്സമായി എന്ന് അല്ലാഹു ചോദിക്കും. അതുകൊണ്ട് ഹബീബായ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ മറുപടി വരും, ഫമൻ ബുലിയ ബിശൈഇൻ മിൻ ഹാദിഹിൽ അർബഅ ഫൽയദ്കുർ സാഹിബ, ഏതെങ്കിലും ഒരാൾക്ക് ഈ 4ൽപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയത്തിൽ പരീക്ഷണം വന്നാൽ ആ പരീക്ഷണങ്ങൾക്ക് വിധേയമായ 4 പേരെ നിങ്ങൾ ഓർക്കണേ. സമ്പത്ത് കൊണ്ടാണ് പരീക്ഷണമെങ്കിൽ സുലൈമാൻ നബി അലൈഹിസ്സലാം, രോഗവും കട്ടപ്പാടുമാണെങ്കിൽ സയ്യിദുന അയ്യൂബ് നബി അലൈഹിസ്സലാം, സൗന്ദര്യമാണ് ജോലി തിരക്കുകളാണെങ്കിൽ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, ദാരിദ്ര്യമാണെങ്കിൽ സയ്യിദുന ഈസാ നബി അലൈഹിസ്സലാം. അതോർക്കുമ്പോൾ നിങ്ങൾക്ക് അല്ലാഹുവിലേക്ക് അടുക്കാനും നാളെ പരലോകത്ത് രക്ഷ കിട്ടാനുമുള്ള ഉന്മേഷം, ഇൻസ്പിറേഷൻ കിട്ടും. നിങ്ങൾ അവരെ നോക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. الله خير. اللهم صل على سيدنا. بسم الله الرحمن الرحيم. وعرضوا على ربك صفا لقد جئتمونا كما خلقناكم أول مرة بل زعمتم أن لن نجعل لكم موعدا ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. പരിശുദ്ധ നബിയേ, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് അവരെ വിസ്തരിക്കപ്പെടുകയും അവരുടെ കർമ്മങ്ങളുടെ രേഖകൾ സമർപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ പാതകങ്ങൾ ചെയ്ത ആളുകളുടെ മുഖത്ത് പേടി വരുന്നത് കാണാൻ കഴിയും. നബിയെ, അവരെ നാശമെന്ന് വിളിച്ചു പറയും, മറ്റൊന്നുകൊണ്ടുമല്ല. നാശം പറയാൻ കാരണം ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ഈ കിതാബിൽ ചെറുതും വലുതുമായ ഒന്നും വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞവർ നാശം പറയുന്ന ഹസൻ ബസ്രി തങ്ങൾ പറയാ,
അവര് നാശം പറയേണ്ടത് റബ്ബേ ഈ ചെറുതും വലുതൊക്കെ ഞാൻ ചെയ്തതാണല്ലോ എന്നാ പറയേണ്ടത്. പക്ഷെ അവര് പറഞ്ഞത് ഇതൊക്കെ ഇവിടെ എഴുതി വെച്ചത് ആ ആളെ പറ്റിയാ പറയാ. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള പറയാം. എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമൊക്കെ കമ്പനി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരെങ്കിലും മാനേജറോട് പോയി റിപ്പോർട്ട് ചെയ്താൽ അവനെതിരാണ് പിന്നെ ആകെയുള്ള ശത്രുത. ഞാൻ ആ ചെയ്ത തെറ്റ് ഞാൻ തിരുത്തല്ല, അവൻ എന്തുകൊണ്ട് പറഞ്ഞു കൊടുത്തു എന്നാ. നീ എന്തുകൊണ്ട് ചെയ്തു എന്ന് ആദ്യം ആലോചിക്കും. അവൻ പറഞ്ഞു കൊടുത്തിട്ടല്ലേ, നീ ചെയ്തിട്ടല്ലേ. നാളെ പരലോകത്ത് ഇത് തന്നെയാണ് സംഭവം. മനുഷ്യന്മാർ ഈ ബ്ലെയിം ഗെയിമിന്റെ ആൾക്കാരാണ്. അത് ഇബ്ലീസിന്റെ പണിയാണെന്നാ. ഇബ്ലീസാ പറഞ്ഞ പടച്ചോനെ, അല്ലാഹുവേ റബ്ബി ബിമ അഗ്വൈതനി, നീയാ പടച്ചോനെ എന്നെ പഴപ്പിച്ചത്, നീയാണ് എന്നെ പഴപ്പിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ആദം നബിയെ പഴപ്പിച്ചത്, നീയാണ് എന്നെ പഴപ്പിച്ചത്, ഞാൻ സുജൂദ് ചെയ്യാതിരിക്കാൻ കാരണം നീയാണ്. അള്ളാഹിനെ കുറ്റം പറഞ്ഞു. ആദം നബി അലൈഹിസ്സലാം മനുഷ്യനാണ്, അള്ളാഹുവിന്റെ നബിയാണ്. അവരാ പഴം കഴിച്ചു അല്ലേ. അല്ലാഹു തആല എന്തേ ആദമേ എന്തേ അങ്ങനെ ചെയ്തത്? ആദം നബി ഒരിക്കലൂടെ പറഞ്ഞില്ല പടച്ചോനെ ആ ഇബ്ലീസാണ് ഞങ്ങൾ പഴപ്പിച്ചത്, അവനാണ് ഞങ്ങളോട് പറഞ്ഞത് എന്ന് ആദം നബി പറഞ്ഞിട്ടില്ല അലൈഹി സ്വലാത്തു വസ്സലാം. റബ്ബനാ ളലംനാ അൻഫുസനാ, ഞാൻ തെറ്റ് ചെയ്തു പോയി റബ്ബേ, എന്റെ ഭാര്യയും തെറ്റ് ചെയ്തു, ഞങ്ങൾക്ക് നീ പുറത്തുതാ എന്നല്ലാതെ ഇബ്ലീസിനെ ബ്ലെയിം ചെയ്തിട്ടില്ല ആര്? സയ്യിദുന ആദം നബി അലൈഹിസ്സലാം. ഒന്നാമത്തെ പാഠം അതാണ്. നമ്മൾ ബ്ലെയിം ഗെയിമിന്റെ ആൾക്കാരാണ്. ഓനാ ചെയ്ത്, മറ്റോൻ ചെയ്തു, ഇവനതിൻ്റെ ആള്, മറ്റോനാണ്. നീ ചെയ്തോ ഇല്ലയോ? ആ ഒരു ഇൻട്രോസ്പെക്ഷൻ, നമ്മളുള്ളിലേക്ക് നോക്കുന്നത്, അത് പരലോകത്ത് ചെല്ലുമ്പോൾ മനസ്സിലാവും. ഇവിടുന്ന് നമുക്കതിന് സമയമില്ല. നമ്മൾ മറ്റവൻ്റെ കുറ്റം കാണാനുള്ള തിരക്കിലായതുകൊണ്ട് അവനവൻ്റെ കുഴപ്പങ്ങൾ എന്താണെന്ന് കാണാൻ സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് ഇതൊക്കെ ഗുരുതരമായ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. അള്ളാഹു നമുക്ക് പരലോകത്ത് വിജയം തരട്ടെ, ഈ ലോകത്തും അള്ളാഹു വിജയം തരട്ടെ. ഷഹാദത്തുൽ മാൽ, സമ്പത്ത് സാക്ഷി പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ ഇന്ന ഹാദൽ മാല ഹുൽവുൻ ഖളിറുൻ ഹുൽവുൻ, ഈ സമ്പത്ത് പച്ചയാണ്, ഇത് മധുരമുള്ളതാണ് എന്ന് പറഞ്ഞാൽ സമ്പത്ത് മനുഷ്യന് ഇഷ്ടമാണ്, സമ്പത്ത് മനുഷ്യന് ഇഷ്ടപ്പെടും, സ്വാഭാവികമാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലി ഞാൻ കുറച്ച് ഏറെ തരാന്ന് പറഞ്ഞു, നിങ്ങൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അങ്ങോട്ട് ചാടാൻ നോക്കും അല്ലേ? അങ്ങനെ മനുഷ്യന് സമ്പത്ത് ഇഷ്ടമാണ്. മുസ്ലിമായ മനുഷ്യന് ഏറ്റവും നല്ല കൂട്ടുകാരൻ തന്നെയാണ് സമ്പത്ത്. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. എപ്പോ ലിമൻ അഅതാ മിൻഹുൽ മിസ്കീന വൽ യതീമ വബ്ന സബീൽ, ആ സമ്പത്തിൽ നിന്ന് പാവപ്പെട്ടവനും യതീമിനും വഴിയാത്രക്കാരനും കൊടുക്കുന്നവർക്ക്, അങ്ങനത്തെ മുസ്ലിമിന് ഈ സമ്പത്ത് നല്ല ഒരു കൂട്ടുകാരനാണ്. പാവപ്പെട്ടവർ കൊടുക്കുന്നുണ്ട്, സ്വതക്ക കൊടുക്കുന്നു, സകാത്ത് കൊടുക്കുന്നു, യതീമുകളെ സംരക്ഷിക്കുന്നു. വബ്ന സബീൽ, നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് ഇല്ലാണ്ടിരിക്കാൻ, ദാ ടിക്കറ്റ് ഞാൻ എടുത്തുതരാം. എത്ര ആൾക്കാരുണ്ടാവും ഇവിടെയൊക്കെ നാട്ടിൽ പോകാൻ ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് കുടുങ്ങിയിരിക്കുന്നവര്, വിസ ഓവറായതുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. ആ യാത്രക്കാരനെ സഹായിക്കാൻ വേണ്ടി കൊടുക്കുന്ന നമ്മുടെ സംഭാവനകൾ എല്ലാവർക്കും ചെയ്യാം. ഇങ്ങനത്തെ വിഷയം KMCC-കാർ മാത്രം ചെയ്യട്ടെ എന്ന് വിചാരിച്ച് എന്ത് ചെയ്യണ്ട, കാത്തിരിക്കേണ്ട. ഓരോ വ്യക്തിക്കും ചെയ്യാം, സംഘടനകളെ മാത്രം ആശ്രയിക്കേണ്ട, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. യാത്രാ ടിക്കറ്റ് എടുത്തു കൊടുക്കുക, അത് മറ്റോലെ പണിയാണ്. പിന്നെ ഇത് നമ്മൾ ചെയ്തോളത്, നമ്മൾ ചെയ്യുന്ന ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാം. അതാണ്. മയ്യത്ത് കുളിപ്പിക്കണം, മയ്യത്ത് റിലീസ് ചെയ്യണം, അതിന് നമുക്ക് മറ്റേ സംഘടന വിളിച്ചാലേ നടക്കുള്ളൂ. അത് നമുക്കും ചെയ്യാവുന്നതാണ്. ഓരോ വിഷയവും നമ്മൾ എന്ത് ചെയ്യേണ്ട, മറ്റൊരാളിലേക്ക് ഏൽപ്പിക്കേണ്ട, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുക ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് മുത്തുനബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് മിസ്കീന്മാർക്കും യതീമുകൾക്കും വഴിയാത്രക്കാർക്കും നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ആ സമ്പത്ത് മുസ്ലിമിന്റെ ഏറ്റവും നല്ല കൂട്ടുകാരനാണ്. വഇന്നഹു മൻ യഖുദുഹു ബിഗൈരി ഹഖ്ഖിഹി, അന്യായമായ സമ്പത്തുണ്ടാക്കുന്നവരെ അവന്റെ ഹക്കല്ല, ആരോടൊക്കെയോ പറഞ്ഞ് ബിസിനസ് കൂടാൻ, ഷെയർ കൂടാൻ, ഇൻവെസ്റ്റ്മെന്റ് വേണം എന്നൊക്കെ പറഞ്ഞ് പച്ച നുണ പറഞ്ഞ് മനുഷ്യന്മാരുടെ പൈസ കയ്യിലാക്കി അവസാനം എന്റെ മേലുള്ള ഒരാൾ എന്നെ പറ്റിച്ചു, ഞാൻ എന്ത് ചെയ്യാനാ? ഇങ്ങനെയാണ് എല്ലാ കഥയും ഉണ്ടാവുക. അവസാനം കഥയുടെ കൾമിനേഷൻ എങ്ങനെയാ വരിക? ഞാൻ നിരപരാധിയാണ്, മറ്റയാളെ പറ്റിച്ചപ്പോൾ ഈ സാധു വിചാരിക്കും ഇയാളെ നല്ല തലികെട്ട കെട്ടണം, നല്ല മൂലയരല്ലേ, മൂപ്പരിപ്പം അങ്ങനെ പറ്റിക്കൂലല്ലോ, ഇക്കാലം വരെ പറ്റിച്ചത് ഓർമ്മയില്ല, എന്ന് മില്യൺ കണക്കിന് കിട്ടിയ അപ്പം പറ്റിച്ചാൽ പോരെ, അതിന് മുമ്പ് എന്തിനാ ചെറിയ പറ്റിക്കല്? കടം വാങ്ങിപ്പോകുന്ന ബിസിനസ്സുകാർക്ക് അറിയാൻ പറ്റും അല്ലേ? 1000-നും 10,000-നും 1,00,000-ത്തിനൊക്കെ സാധനം അവർ അവധി വെച്ചിട്ട് വാങ്ങിക്കുന്നു, പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് പൈസ കൊടുക്കും.
അപ്പോൾ ചില കസ്റ്റമേഴ്സ് ഉണ്ടാവില്ല, അങ്ങനെ സ്ഥിരം ഏർപ്പാട് നടത്തുന്ന ആളുകളാണ്, കൊല്ലങ്ങളായി നമ്മുടെ ബിസിനസ് ചെയ്യുന്ന ആളാണ്. അങ്ങനെ 1000, 10,000 ഒക്കെ ബിസിനസ് ചെയ്യും, പൈസ അപ്പം തരൂല, ഒരു മാസം കഴിഞ്ഞിട്ട് കൊണ്ടുവന്നരും. അങ്ങനെ പിന്നെ ഒരിക്കൽ 1 മില്യൻ്റെ ബിസിനസ് എടുത്തിട്ട് ഒറ്റ മുങ്ങലാണ്. പോരെ, അവനത് മതിയല്ലോ. അപ്പോൾ വിചാരിക്കും റബ്ബെ കിട്ടുമെന്ന് വിചാരിച്ച് കൊടുത്തു, ഇത്ര കാലം പറ്റിക്കാത്ത മനുഷ്യൻ ഇങ്ങനെ പറ്റിക്കുമെന്ന് വിചാരിച്ചില്ല. അങ്ങനെ എത്ര ആൾക്കാരുണ്ട് ഗൾഫിൽ നിന്ന്. അപ്പോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്രകാരം സ്വീകരിക്കുകയും കൊടുക്കുകയും ചെയ്യേണ്ടതിന് പകരം അന്യായമായി കയ്യിൽ സമ്പാദിക്കുന്നവർ എങ്ങനെയാണ്? തിന്നുകയും എന്നിട്ട് വയറ് നിറയുകയും ചെയ്യാത്തവരെ പോലെ. ഭക്ഷണം കഴിക്കുന്നുണ്ട്, വിശപ്പ് മാറുന്നില്ല. അവരാണ് അന്യായമായി മനുഷ്യരുടെ സമ്പത്തെടുത്ത് കൈപ്പറ്റുന്ന ആളുകൾ. അള്ളാഹു അനുവദിച്ചിട്ടില്ലാത്ത മാർഗത്തിൽ സമ്പത്തുണ്ടാക്കുന്നവരുടെ മുഴുവൻ ഉദാഹരണം അങ്ങനെയാണ്. തിന്നുന്നുണ്ട്, വിശപ്പ് മാറുന്നില്ല. എന്തോരം നല്ല ഉദാഹരണമല്ലേ? ഭക്ഷണം കഴിക്കുന്നുണ്ട്, വിശപ്പ് മാറാനാ ഭക്ഷണം കഴിക്കുന്നത്, വിശപ്പ് മാറുന്നില്ല. അവൻ അന്യായമായിട്ട് എടുക്കുന്ന ആ സമ്പത്ത് കൊണ്ട് അവന് ഉപകാരപ്പെടൂല. ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. വലിയ വീടും കാര്യങ്ങളൊക്കെ വെച്ച് വലിയ ഉഷാറാകും, പിന്നെ അതൊക്കെ വിറ്റ് കൊടുത്തിട്ട് വേണ്ടി വരും എൻ്റെ കടം വീട്ടാൻ. എന്നാലും കടം ബാക്കിയായിരിക്കും, 2 കിഡ്നിയെങ്കിലും കൊടുക്കേണ്ടി വരും. ആ രീതിയിലേക്ക് അള്ളാഹു കൊണ്ടുപോകും. എന്തെന്ന് വെച്ചാൽ അന്യായമായിട്ടാണ് അതൊക്കെ കൈപ്പറ്റിയത്. നാളെ പരലോകത്ത് അവന്റെ ഈ കറൻസികൾ, അവന്റെ കൈമാറ്റം ചെയ്ത സംഖ്യകൾ, അവന്റെ ബിസിനസ് നാളെ അവന്റെ സമ്പത്ത് അവനെതിരായി സാക്ഷിയാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണത്. സമ്പത്ത് മനുഷ്യനെതിരായി സാക്ഷി പറയും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. 6ാമത്തെ സാക്ഷി വരുന്നത് ഷഹാദത്തുൽ അയ്യാമി വൽ ലയാലി, രാവും പകലുമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അങ്ങനെ ഒരു കലണ്ടർ ഉണ്ടായതായിട്ട് അറിവില്ല. നമുക്ക് കലണ്ടർ ഉണ്ട്, വർഷങ്ങളോളം 2050 വരെയൊക്കെ 2100 വരെയൊക്കെ ഒക്കെയുള്ള കലണ്ടർ നമുക്ക് ഇപ്പോഴേ കിട്ടും. ചിലപ്പോൾ 2200 ആകുമ്പോൾ ജനുവരി 1 ഏത് ദിവസമായിരിക്കും ഇപ്പൊ നോക്കിയാൽ മനസ്സിലാവും അല്ലേ? കലണ്ടറുകൾ നമ്മളിങ്ങനെ മാറി മറിയുമ്പോൾ ഓരോ ദിവസങ്ങൾ നമ്മൾ മാറി മറിയുന്നത് അനുഭവിക്കുകയാണ്. ഓരോ ദിവസം കഴിഞ്ഞല്ലോ, തിരിച്ചു വരില്ലല്ലോ. അതാണ് അത്ഭുതം. ശരി, കലണ്ടർ നോക്കിയാൽ മനുഷ്യൻ ചിന്തിക്കാൻ അത് തന്നെ മതി എന്നാണ്. റബ്ബേ, ഇത്രയും എൻ്റെ അക്കൗണ്ടിൽ നിന്ന് തീർന്നു, ഇനിയിപ്പോൾ എത്ര ബാക്കിയുണ്ടെന്ന് അല്ലാഹു ആലം. കണ്ടല്ലോ, ഒരു ബാലൻസ് സ്റ്റേറ്റ്മെന്റ് എത്രയാണെന്ന് കിട്ടാത്തൊരു അക്കൗണ്ടാന്ന് വിചാരിക്കാൻ, തീർന്നു റബ്ബേ, ഇനി എത്ര ഇതിൻ്റെ അകത്ത് ഉള്ളതെന്ന് അറിയില്ലല്ലോ. അതുപോലെയാണ് നമ്മുടെ കലണ്ടർ ഇങ്ങനെ മാറി മറിഞ്ഞു പോകുന്നത്. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ദിവസങ്ങളും രാത്രികളും വരുമെന്ന് ഹബീബായ നബി തങ്ങളുടെ ഹദീസിലുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്നൽ അയ്യാമ വൽ ലയാലി തഹ്ദുറു ബിഹൈഅതിഹാ ഫിദ്ദുനിയാ. ദിവസങ്ങളും രാവുകളും എങ്ങനെയായിരുന്നു ആ രൂപത്തിൽ അള്ളാഹു പരലോകത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് ആ രാത്രി പറയും, പകല് പറയും, റബ്ബേ ദാ 2016 ഓഗസ്റ്റ് 23 22 ഒക്ടോബർ അല്ലേ? ഒക്ടോബർ 22. അല്ലാഹുവേ, ഒക്ടോബർ 22 അബുദാബി സമയം 9:45 ഞങ്ങൾ ആ ഖുർആൻ ക്ലാസ്സിൽ ഇരിക്കുകയായിരുന്നു. അവരെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പടച്ചോനെ, ഞാനിതിന് സാക്ഷിയാണ്. വേറൊരു ദിവസം വന്ന് പറയും, പടച്ചോനെ, എൻ്റെ ഭർത്താവ് അബുദാബിയിലുള്ള സമയത്ത് ഖുർആൻ ക്ലാസ് ഇരിക്കണ നേരേക്ക് കൃത്യമായിട്ട് അറിയും. ആ നേരത്ത് ഞാൻ എൻ്റെ കാമുകിക്ക് വിളിക്കായിരുന്നു. നാട്ടിൽ നയിച്ച് വന്നിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഭാര്യയ്ക്കെതിരായി അല്ലെങ്കിൽ കുടുംബത്തിനെതിരായി, ഇവിടത്തേത് ഭർത്താവിന് അനുകൂലമായി തിരിച്ചു മറിച്ചും ഉണ്ടാവും കേട്ടോ. നല്ല സോലിഹത്തായ പെണ്ണുങ്ങൾ ഖുർആൻ ഓതിക്കുന്ന നേരത്ത് ഇവിടെ അന്യ പെണ്ണുങ്ങളുമായി ചാറ്റ് ചെയ്യുന്ന പുരുഷന്മാരുണ്ടാവും, കല്യാണം കഴിഞ്ഞവർ. ആ രാവും ടൈം അടക്കം അള്ളാഹു കൊണ്ടുവരുന്ന സുബ്ഹാനല്ലാഹ്. അള്ളാഹു തആല നമുക്കൊക്കെ ഹിദായത്തും ഇസ്തിഖാമത്തും നൽകട്ടെ, ആമീൻ. 7ാമത്തെ സാക്ഷി പറയുന്നത്, ഓരോ മനുഷ്യന്റെയും കൂടെ ഖബറിൽ നിന്ന് അള്ളാഹു തആല പുറപ്പെടുവിക്കുമ്പോൾ ഖബറിൽ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം കൊണ്ടുപോകാൻ ഒരാളും ഒരു സാക്ഷിയും കൂടെ ഉണ്ടാകും. വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ്. ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ വരിൻ എന്ന് പറഞ്ഞ് കൈപിടിച്ച് കൊണ്ടുപോകാൻ ആളുണ്ടാവും. സായിഖുൻ വശഹീദ്. സായിഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? തെളിച്ചു കൊണ്ടുപോകുന്ന ആൾ. അവരാണ് ഡ്രൈവർ. അവർ പോകുന്നിടത്തേക്ക്, അവർ തിരിക്കുന്നിടത്തേ വണ്ടി പോവുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ സീറ്റിൽ ഇരിക്കാന്നല്ലാതെ ഒരു രക്ഷയില്ല. തെളിച്ചു കൊണ്ടുപോകുന്ന ആൾ. അവർ കൊണ്ടുപോകുന്നിടത്ത് കൂടെ പോകുന്നു.
അങ്ങനത്തെ രണ്ടാളുകൾ, സായിക്കും ഷഹീദും, സാക്ഷിയായ ഒരാളും, അത് അള്ളാഹുവിന്റെ മലക്കായിരിക്കാം, മറ്റേതെങ്കിലും അള്ളാഹുവിന്റെ സൃഷ്ടിയായിരിക്കാം. ആ രണ്ടുപേരും ഷഹീദ്, അവർക്ക് സാക്ഷിയും അതുപോലെ തന്നെ കൊണ്ടുപോകാൻ ഒരാളും മനുഷ്യന്റെ കൂടെയുണ്ട്. അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയാൻ ഒരു സായിക്കുമുണ്ട്, ഒരു ഷഹീദുമുണ്ട്. ഇങ്ങനെ കൊണ്ടുപോകില്ലേ, എയർപോർട്ടിൽ അങ്ങനെ കൊണ്ടുപോകില്ലേ. എന്നൊരു സുഹൃത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. നമ്മൾ കോഴിക്കോട് എയർപോർട്ടിൽ നിന്നൊക്കെ വരുമ്പോഴേ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരാൾ കൂടെ കൊണ്ടുപോയിട്ട് ഫ്ലൈറ്റിലേക്ക് എത്തിക്കുന്ന സംവിധാനമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നല്ല രസമാണ് സംഭവം. ഒരു കൂട്ടുകാരനോട് സംശയം പറഞ്ഞതാ, ഉസ്താദ് എന്താ ഇവിടെ ക്യൂ നിൽക്കാതെ അതിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ പോയല്ലോ, ഞങ്ങളൊക്കെ ക്യൂ നിൽക്കുമ്പോൾ അവിടുത്തെ ഫോട്ടോ എടുത്തേക്കണെന്ന് പറഞ്ഞ് എന്തെങ്കിലും കിട്ടാൻ അതൊക്കെയല്ല. അത് നല്ല മനുഷ്യനായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അറിയുന്ന സുഹൃത്തിനോട് പറഞ്ഞു, അല്ല ഉസ്താദെ ഓലൊക്കെ ക്യൂ നിൽക്കുമ്പോൾ നിങ്ങൾ ഒറ്റക്കായി സൈഡിൽ കൂടെ പോയി ഫ്ലൈറ്റ് കയറിപ്പോയി എന്ന് പറഞ്ഞു. നല്ലതാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ചോദിക്കുമ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. ചോദിച്ചുകൊണ്ട് പറയാമല്ലോ. നമ്മൾ ഈ ക്യൂ ജമ്പ് ചെയ്യരുതെന്ന് പറയുന്ന ആളാണ് ഞാൻ. നമ്മൾ ചെയ്യാൻ പാടില്ല, മുസ്ലിമീങ്ങൾ ചെയ്യുന്ന ഏർപ്പാട് തന്നെയാണ്. പക്ഷെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ നമ്മളിപ്പോൾ ബിസിനസ് ക്ലാസ് ആയിട്ടല്ല, നമ്മൾ ഫ്രീക്വൻറ്റ് ട്രാവലറാണ്. അപ്പോൾ എന്ത് ചെയ്യും, അവരുടെ ഈ ഇത്തിഹാദിൻ്റെ ഗസ്റ്റ് പ്രോഗ്രാമൊക്കെ ഉണ്ടല്ലോ, ഞാൻ പ്ലാറ്റിനം ഗസ്റ്റാണ്, നിങ്ങൾ പറഞ്ഞുതരാം. അവർക്ക് നിർബന്ധമാണ് എന്നെ പിടിച്ച് കൊണ്ടുപോകണമെന്ന്, ക്യൂ നിൽക്കാൻ പാടില്ല, അവിടുത്തെ സ്റ്റാഫിൻ്റെ ജോലിയാണ്. ഞാൻ പറയാറുണ്ട് വേണ്ട, ഞാൻ ആൾക്കാരുടെ കൂടെ തന്നെ ഏറ്റവും ബാക്കിൽ കയറി ഏറ്റവും ആദ്യം പുറത്തിറങ്ങി ഓടുന്ന ഏർപ്പാടാണ് എൻ്റേത്. അപ്പോൾ അവസാനം അവർ പറയും, ഞങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ മാനേജർ ചീത്ത പറയും, നിങ്ങൾ വരും എന്ന് പറഞ്ഞ് പിടിച്ച് കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ കൂടെ പോകും തന്നെ. നമുക്ക് ഈ കഥ പറഞ്ഞെടുക്കാൻ പറ്റും. ഒപ്പം നിൽക്കുന്നവരോട്, സൗദി പോകണവരും ഖത്തറിൽ പോകണവരും ട്രാൻസിറ്റ് വരുന്നവരൊക്കെ ഉണ്ടാവും യാത്രയിൽ. അപ്പോൾ എന്നല്ലാതെ എന്ത് ചെയ്യില്ല, അവിടെ പവർ ഉപയോഗിച്ചിട്ട് വരുന്നില്ല. അത് അവരുടെ ഡ്യൂട്ടിയാണ്. ബിസിനസ് ക്ലാസ്സിലായി ചെയ്യും അത് നാട്ടിലൊക്കെ. ചുരുക്കി പറഞ്ഞാൽ കൊണ്ടുപോകാൻ ഒരാൾ എന്നൊക്കെ പറയില്ലേ, കൊണ്ടുപോകാൻ ഒരാൾ, സായിക്കും ഷഹീദ്, പിടിച്ചു വാ കൊണ്ടുപോകാം. ആൾ തൊളിക്കുന്നിടത്ത് പോവുകന്നെ, വേറെ രക്ഷയുമില്ല. അങ്ങനെ നിങ്ങളെ ഖബറിൽ നിന്ന് കൈപിടിച്ച് മശ്റയിലെ അള്ളാഹുവിൻ്റെ മുറ്റത്തേക്ക് കൊണ്ടുവരാൻ ഒരു സായിക്കും ഒരു സാക്ഷിയും ഓരോ മനുഷ്യൻ്റെയും കൂടെ ഖബറിൽ എഴുന്നേൽക്കുമ്പോഴും അള്ളാഹു നൽകുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ഖാഫിൽ പറയാൻ, അതും അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് വരുന്നൊരു സാക്ഷിയാണ്. ഇനി എട്ടാമത്തേത്, 8 സാക്ഷികളാണ്. അവസാനത്തേതായുള്ള ചർച്ച ഇതാണ്. നമ്മുടെ ശരീരം, നമ്മുടെ ശരീരം നമ്മൾ എന്തുദ്ദേശിക്കുന്നുവോ അതൊക്കെ ഇവിടെ ചെയ്യും. ബിത്തസ്ഖീരില്ല, നമ്മുടെ ഇറാദത്ത് കൊണ്ടല്ല, നമ്മൾ ഉദ്ദേശിക്കുന്നതുകൊണ്ട് ചെയ്തു എന്നല്ല. അള്ളാഹു നമ്മുടെ അവയവങ്ങളെ നമുക്ക് വേണ്ടി കീഴ്പ്പെടുത്തി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കൈ കൊണ്ട് വെള്ളം കുടിക്കാനും പറ്റും, കള്ളു കുടിക്കാനും പറ്റും. കൈ അതിന് വഴങ്ങിത്തരും. പക്ഷെ വഹിയ കാരിഹ, നമ്മുടെ കൈയിനത് ഇഷ്ടമല്ല. ചുണ്ടിലേക്ക് നമ്മൾ വെള്ളം കൊണ്ടുപോകുന്നു, മദ്യം കൊണ്ടുപോകുന്നു, രണ്ടിനും ചുണ്ടും ശരീരവും വായു നമ്മുടെ ഇന്റേണൽ ഓർഗാൻസ് മുഴുവനും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ അവർക്ക് വെറുപ്പാണത്. എന്നാലും ആ തിന്മക്ക് സാധിപ്പിച്ചു തരുന്നത് അള്ളാഹു നമ്മുടെ അവയവങ്ങളെ കീഴ്പ്പെടുത്തി തന്നതുകൊണ്ടാണ്. അള്ളാഹു കീഴ്പ്പെടുത്തി തന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നാളെ പരലോകത്ത് വരുമ്പോ റബ്ബേ, അള്ളാഹുവേ, ഞങ്ങളെ അവൻ കൊണ്ടുപോയി റബ്ബേ, ഞങ്ങൾ നടന്നു. اليوم نختم على أفواههم, വായക്ക് സീല് വരും അല്ലേ, وتكلمنا أيديهم وتشهد أرجلهم, അവരുടെ കൈയും കാലും അവർ ചെയ്തതൊക്കെ സാക്ഷി പറയും എന്ന് അല്ലാഹു തആല പറയാൻ കാരണം, ഈ കൈയും കാലും ചെയ്തത് ഇവിടെ ചെയ്തത് ഇഷ്ടപ്രകാരമല്ല. നമുക്ക് അല്ലാഹു തസ്ഖീർ ചെയ്തു, അല്ലാഹു നമുക്കത് കീഴ്പ്പെടുത്തി തന്നു, അതുകൊണ്ട് അവയൊക്കെ ചെയ്തു. പക്ഷെ അവർക്കത് ഇഷ്ടമായിരുന്നില്ല തിന്മ ചെയ്തപ്പോൾ. അതവിടെ നാളെ വിളിച്ചു പറയും. നമ്മുടെ കൈകാലുകൾ നമുക്കെതിരായി സാക്ഷി പറയുന്നു. അല്ലാഹു നമുക്ക് ആ സമയത്ത് അല്ലാഹുവിന്റെ റഹ്മത്ത് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വവുളിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വവജദൂ മാ അമിലൂ ഹാദിറാ ولا يظلم ربك أحدا. الله سبحانه وتعالى മുഅ്മിനീങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന രംഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ജിന്നുകളും മനുഷ്യരും സർവമാന ജീവജാലങ്ങളുമെല്ലാം, കുട്ടികളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, പ്രായമുള്ളവരുണ്ട്, ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, എല്ലാവരും മിണ്ടാതെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വന്ന് നിൽക്കുകയാണ്. ആരും മിണ്ടൂല, ആരും മിണ്ടുന്നില്ല. കോടാനുകോടി ആളുകൾ നിൽക്കുന്ന അവിടെ ഒരു ഡെഡ് സൈലൻസ്. എന്തായിരിക്കും ആ രംഗല്ലേ?
വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാനി ഫലാ തസ്മഉ ഇല്ലാ ഹംസാ. കാരുണ്യവാന് വേണ്ടി ശബ്ദം മുഴുവനും അവിടെ താഴുകയാണ്, ആരും മിണ്ടൂല. ഫലാ തസ്മഉ ഇല്ലാ ഹംസാ, ശ്വാസം വിടുന്ന ശബ്ദമല്ലാതെ മറ്റൊന്നും അവിടെ കേൾക്കുന്നില്ല. ആരും മിണ്ടൂല, അവിടെ വിചാരണ കഴിയുന്നവരെ മിണ്ടൂല. അങ്ങനെയായിരിക്കും അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ ഒരു ഭാഗത്ത്, ശുഹദാ ഒരു ഭാഗത്ത്, ആലിമീങ്ങൾ ഒരു ഭാഗത്ത്. അമ്പിയാഇന്റെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹംസ റളിയല്ലാഹു അൻഹു സയ്യിദു ശുഹദാ, ശുഹദാക്കൾ ഹംസ തങ്ങളുടെ കൂടെയുണ്ട്. ഉലമാകൾ ഉണ്ടാകും, റബ്ബാനികളായ ആലിമീങ്ങൾ, അള്ളാഹുവിലേക്ക് തഖ്വയോടുകൂടെ ജീവിച്ചവർ, അങ്ങനെ റബ്ബിലേക്ക് എത്തിപ്പെട്ട അള്ളാഹുവിന്റെ ആലിമീങ്ങൾ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹു നമ്മയൊക്കെ അക്കൂട്ടത്തിൽ അള്ളാഹു പെടുത്തി തരട്ടെ. ആലിമാവാൻ വലിയ പണിയൊന്നുമില്ല, കിതാബ് ഓതി സർട്ടിഫിക്കറ്റ് കിട്ടി, അതൊന്നല്ല വിഷയം. തഖ്വയും ഈമാനും ഉണ്ടാവലാണ്. അതിനുവേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ആലിമീങ്ങളൊക്കെ പോകും ഒരാളിന്റെ പിന്നാലെ. ആലിമീങ്ങളുടെ നേതാവ് നബി തങ്ങളുടെ സ്വഹാബി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ആണ്. മഹാനായ മുആദ് ഇബ്നു ജബൽ. മുആദ് ഇബ്നു ജബലിൻ ഇമാമുൽ ഉലമാ യൗമൽ ഖിയാമത്തി ബിറത്വ, സ്വഹീഹായ ഹദീസാണ്. ഖിയാമത്ത് നാളിൽ സർവമാന പണ്ഡിതന്മാരും പോകുന്നത് മഹാനായ ഇമാമുൽ ഉലമാ, ആലിമീങ്ങളുടെ ഇമാം നേതാവായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയാണ്, ഹബീബിന്റെ സ്വഹാബിയുടെ കൂടെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാരിഈങ്ങളുണ്ടാകും, ഹിഫ്ളാക്കിയ ആളുകൾ, ഖുർആൻ മനപ്പാഠമാക്കിയ ആളുകൾ, ഖുറാ, അതും സ്വാലിഹീങ്ങളായ ഖാരിഈങ്ങൾ. ഖുർആൻ മനപ്പാഠമാക്കി എന്നിട്ട് മ്യൂസിക്കും സിനിമയും കണ്ടെടുക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ടെന്നാ. മുമ്പൊരിക്കൽ ഒരാളിവിടെ ഒരു ചോദ്യം ലൈവ് ഇവിടുത്തെ പണ്ഡിതന്മാരോട് ചോദിച്ചു കേട്ടിരുന്നു. അങ്ങനെ പറയാം, പള്ളിയിൽ നല്ല ഇമാമാണ്, നിസ്കാരം കഴിഞ്ഞ മുമ്പര് മ്യൂസിക് ഇട്ട് അങ്ങനെ പള്ളിൻ്റെ മുമ്പ് വീടിൻ്റെ മുമ്പിൽ ഇരിക്കണ കാണാം. അങ്ങനത്തെ ഇമാമിൻ്റെ മുമ്പിൽ അയാളെ പിന്നെ തുടരാൻ പറ്റുമോ എന്നായിരുന്നു ചോദ്യം. എന്താണ്, ഖാരിആണ്, നല്ല ഖിറാഅത്താണ്, ഒക്കെ ശരിയാണ്, നിസ്കാരം കഴിഞ്ഞ മുമ്പര് പാട്ടിട്ട് അങ്ങനെ ഇരിക്കലാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെയൊക്കെ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. അവരാരും നിസ്സാരമായി കാണാനല്ല, ചില ആളുകളെങ്കിലും അങ്ങനെ കാണുമ്പോൾ ഇതൊക്കെ പറ്റും എന്നെന്ത് ചെയ്യണ്ട, തോന്നിപ്പോവണ്ട. ആലിമീങ്ങൾ പറയുന്നത് ഇൽമാണ്, അവർ ചെയ്യുന്നത് അവരും പടച്ചോനും തമ്മിലുള്ള വിഷയമാണ്. നമ്മൾ ഇത്തിബാ ചെയ്യേണ്ടത്, പിൻപറ്റേണ്ടത് ആരെയാണ്? അഷ്റഫുൽ ഖൽഖിനെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഉലമാ പറയുന്നത് ഇൽമാണ്, അവർ ചെയ്യുന്നത് ഒരു പക്ഷേ ആയിക്കൊള്ളണമെന്നില്ല. അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ വിഷയമാണ്, അവരും റബ്ബും തമ്മിലുള്ള വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ഖുറാഉസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ ഖാരിഈങ്ങൾ, ഖിറാഅത്ത് നടത്തുന്ന ഹിഫ്ളുള്ള ആലിമീങ്ങളൊക്കെ പോകുന്നത് മഹാനായ ഹാഫിളും ഖാരിയുമായിരുന്നു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയാണ് ഹാഫിളീങ്ങൾ പോകുന്നത്. മുആദ് ഇബ്നു ജബൽ തങ്ങളുടെ കൂടെ ഒരുപാട് ആലിമീങ്ങൾ അതാ പോകുന്നു. അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ കൂടെ അതാ ലക്ഷക്കണക്കിന് അമ്പിയാക്കന്മാർ പോകുന്നു. ഹംസ തങ്ങളുടെ പിന്നാലെ അതാ ലക്ഷക്കണക്കിന് ശുഹദാക്കൾ പോകുന്നു. ആ ഒരു വല്ലാത്തൊരു രംഗം. അതുകൊണ്ടാണ് സഫ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരുന്നത് ഓരോ കാറ്റഗറി ആയിട്ടാണ്, എല്ലാവരും അങ്ങ് മിക്സ് ആയിട്ടല്ല. ഓരോരുത്തരെയും വ്യത്യസ്തമായ രീതിയിൽ അവർക്കുള്ള റെക്കഗ്നിഷൻ കൊടുത്തുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് അവർ വരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ, യാ റബ്ബൽ ആലമീൻ. അവസാനിപ്പിക്കുന്നു, വയൗമൽ ഖിയാമത്തി തറല്ലദീന കദബൂ അലല്ലാഹി വുജൂഹുഹും മുസ്വദ്ദ അലൈസ ഫീ ജഹന്നമ മത്വൽ ലിൽ മുതകബ്ബിരീൻ. അല്ലാഹുവിന്റെ മേൽ നുണ പറഞ്ഞവർ, അല്ലാഹുവിനെ അവിശ്വസിച്ചവർ, അല്ലാഹുവിനെ നിരാകരിച്ചവർ അന്ത്യനാളിൽ വരുമ്പോൾ വുജൂഹുഹും മുസ്വദ്ദ, അവരുടെ മുഖം ഇരുണ്ടതാണ്, മുഖത്ത് ഇരുളാണ്, കറുപ്പ് നിറമാണ്. അലൈസ ഫീ ജഹന്നമ മത്വൽ ലിൽ മുതകബ്ബിരീൻ. അഹങ്കാരം കൊണ്ട് സത്യം അംഗീകരിക്കാത്ത ആളുകൾ, അവർക്ക് നരകമല്ലാതെ മറ്റെന്താണ് നബിയെ ശിക്ഷ കൊടുക്കേണ്ടത് എന്നാണ്. يود المجرم لو يفتدي من عذاب يومئذ ببنيه وصاحبته وأخيه وفصيلته التي تؤويه ومن في الأرض جميعا ثم ينجيه كلا. തിന്മ ചെയ്ത ആളുകൾ പറയും, പടച്ചവനെ, ആ തിന്മക്ക് പകരം, തിന്മയാൽ ഞാൻ നരകത്തിലേക്ക് പോകുന്നതിന് പകരം എൻ്റെ ഭാര്യയും മക്കളെയും കുട്ടികളൊക്കെ തരാം പടച്ചവനെ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്താ.
അത് സംഭവിക്കില്ല. ഓരോരുത്തരും അവനവൻ്റെ കർമ്മങ്ങൾക്ക് വിധേയമാണ്, അവനവൻ്റെ കർമ്മങ്ങൾക്ക് സാക്ഷിയാണ്. അവനവൻ്റെ കർമ്മങ്ങൾക്ക് രക്ഷയോ ശിക്ഷയോ എന്തർഹിക്കുന്നുവോ അതാണ് ഇവിടെ നൽകുന്നത്. യഅലമു ഖായിനതൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. അവനാണ് ഹക്കം, അല്ലാഹുവാണ് ഇവിടുത്തെ വിധികർത്താവ്. നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ അറിയാതെ കണ്ണ് വെട്ടിച്ച് ചെയ്യുന്നതും നമ്മുടെ മനസ്സിനുള്ളിൽ പൂഴ്ത്തിവെക്കുന്ന മനുഷ്യന്റെ മോശമായ ചിന്തകൾ ഒക്കെ അല്ലാഹു അറിയുന്നു. എത്ര വലിയ വാക്കാണ് റബ്ബേ അതൊക്കെ. നമ്മൾ എന്തൊക്കെ ആളുകളുടെ മുമ്പിൽ കാണിച്ചാലും നമ്മുടെ ഖൽബിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്നവനാണ് അല്ലാഹു. നമ്മൾ എന്ത് തന്നെ ചെയ്താലും അല്ലാഹു നോക്കുന്നത് ഖൽബിലേക്കാണ്. നമ്മൾ ആരെ കണ്ണ് വെട്ടിച്ച് നോക്കിയാലും അല്ലാഹു തആല നമ്മെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വിഷയമാണ് കണ്ണ് വെട്ടിച്ച് നോക്കാൻ. പറയാൻ പ്രയാസമുണ്ട്, എന്നാലും പറയണ്ടേ, എപ്പോഴല്ലേ മനുഷ്യന്മാർക്ക് അറിയുള്ളൂ. നമുക്ക് ഇവിടെ ഈ ഇസ്ലാമിക് സെൻ്ററിൽ തന്നെ ഇവിടെ ഒരു പരിപാടിയൊക്കെ നടക്കുന്ന സമയത്ത് സ്റ്റേജും വരുന്നിട്ട് പെണ്ണുങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് നോക്കണ മനുഷ്യന്മാരുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ് അൽ-അലീം. ഒരു സാധുവായൊരു മനുഷ്യൻ വന്നിട്ട് പറയണം, ഉസ്താദെ ഞങ്ങളൊക്കെ ദിക്റിൻ്റെ സദസ്സിലിങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ സ്റ്റേജുമൊക്കെ ഇങ്ങനെ ഉസ്താദ്മാർ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിൽപ്പെട്ട ചില ഉസ്താദ്മാർ നേരെ ഗാലറിയൊക്കെയാണ് നോക്കണത് പെണ്ണുങ്ങൾ ഇരിക്കുന്നിടത്തേക്ക്. അസ്തഗ്ഫിറുല്ലാഹ് അൽ-അലീം. എന്താ ദിക്റിൻ്റെ കാര്യം? അതുകൊണ്ട് എന്താ ഫലം? അള്ളാഹു ഇതൊക്കെ അറിയുന്നു. യഅലമു ഖായിനതൽ അയുൻ. പടച്ച തമ്പുരാൻ നിങ്ങൾ കണ്ണുകൊണ്ട് ചെയ്യുന്ന കട്ടുനോട്ടം അള്ളാഹുവിനറിയാം. ആരും അറിയില്ല എന്ന് വിചാരിക്കുന്നു, അള്ളാഹു അത് കാണുന്നുണ്ട്. വമാ തുഖ്ഫിസ് സുദൂർ. നിങ്ങളുടെ ഖൽബിനുള്ളിൽ കിടക്കുന്ന മോശമായ ചിന്തകൾ, നല്ലതും ചീത്തയും എല്ലാം അറിയുന്ന അള്ളാഹു. അൽ ഹക്കമുൽ അദിൽ, നീതിമാനായ റബ്ബ്. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കാൻ എൻ്റെ സ്വന്തം ശരീരത്തോടും നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുന്നു. ഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും. നമുക്കിന്ന് പ്രഗത്ഭനായ, നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ, പോവല്ലേ, ഇനിയാണ് കാര്യമായ പരിപാടി. ഉണ്ടാവില്ലേ? നമ്മുടെ അഭിനന്ദനായ ഉസ്താദ് ആസിഫ് ദാരിമി പുളിക്കൽ അവറുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ്, 10 മണിയായി, 10:15 നമ്മൾ സാധാരണ വൈൻഡപ്പ് ചെയ്യുന്ന സമയമാണ്. ഒരു 15 മിനിറ്റ് സമയം നമ്മൾ സംക്ഷിപ്തമായി അദ്ദേഹം നമ്മുടെ സമൂഹത്തിലെ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഒരുപാട് നമ്മുടെ ചെറുപ്പക്കാരികളുടെയൊക്കെ ഒളിച്ചോട്ട വിഷയങ്ങൾ, മറ്റു പല വിഷയങ്ങളും അവിടുത്തെ ക്യാമ്പസുകളിലും അല്ലാതെയും ഒറ്റക്കായിട്ടും കൂട്ടമായിട്ടുമൊക്കെ ഓൺ എ ഡെയിലി ബേസിസ് ഇടപെടുന്ന വളരെ തിരക്ക് പിടിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദാണ് അഭിനന്ദനായ ആസിഫ് ദാരിമി അവറുകൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അരികത്തുള്ള ചരിത്ര സംഭവങ്ങളും അനുഭവങ്ങളും പറയണമെങ്കിൽ തന്നെ മിനിമം ഒരാഴ്ച വേണ്ടി വരും, എനിക്കറിയാം. അപ്പോൾ 1-2 നമ്മൾ ഉണർത്തേണ്ട ചില വിഷയങ്ങൾ, കാരണം പ്രവാസികളായ രക്ഷിതാക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ മക്കൾ നാട്ടിലാണ്, അവർക്ക് വേണ്ടി എന്ത് സപ്പോർട്ട് ചെയ്യണം, നമ്മൾ എങ്ങനെ അലേർട്ട് ആവണം, എന്താണ് സംഭവിക്കുക, എന്തൊക്കെയാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, നമുക്കൊക്കെ അറിയാമെങ്കിലും അത് നേരിട്ട് അനുഭവിച്ച് അതുമായി ഡീല് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് വേണ്ട കൗൺസിലിങ്ങും കോച്ചിങ്ങും ക്ലാസ്സുകളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായി. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ആസിഫ് ദാരിമി അവറുകളുടെ നിങ്ങളുമായി ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി വളരെ ആദരവോടുകൂടി അവരെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ وعلى آله وصحبه أجمعين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد. ആദരണീയരായ സംസാറുൽ ഹഖ് ഉസ്താദ് അവറുകളെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഈ മജ്ലിസിലിരുന്നതും കേട്ടതും അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ വെച്ച് ഓർക്കാവുന്ന ഒരു മജ്ലിസായി ഈ മജ്ലിസ് കബൂൽ ചെയ്യപ്പെടാനുള്ള ഒരു കാരണമായി റബ്ബ് സ്വീകരിക്കട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിൽ വെച്ച് ഓർക്കുന്ന ചില മജ്ലിസുകളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സ്വർഗത്തിൽ വെച്ച് പരസ്പരം ചില ആളുകളെ ഓർമ്മിക്കുകയും അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇരിക്കുന്ന ഇരിപ്പിടം ഉയർന്ന് താൻ ആഗ്രഹിച്ച വ്യക്തിയുടെ സമീപത്ത് പോയി നിൽക്കുകയും
അവർ രണ്ടുപേരും ദുനിയാവിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് ചില പ്രത്യേക മജ്ലിസുകളെ ഓർക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രത്യേക മജ്ലിസുകളിൽ വെച്ച് അവർ ദുആ ചെയ്തപ്പോഴാണ് അവർക്ക് മഗ്ഫിറത്ത് ലഭിച്ച് സ്വർഗപ്രവേശനം ലഭിച്ചത് എന്ന് പരസ്പരം ഓർക്കുമെന്ന് ഹദീസിലുണ്ട്. അള്ളാഹു അങ്ങനെയുള്ളൊരു മജ്ലിസായി നമ്മുടെ ഈ മജ്ലിസിനെ ഖബൂൽ ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല നമുക്ക് തന്ന വലിയ നിഅമത്ത് മുസ്ലിമായി ജീവിക്കാൻ അവസരം നൽകുകയും മുസ്ലിമീങ്ങളായ ആളുകളോടൊപ്പം കുടുംബസമേതം ജീവിക്കാൻ അവസരം ലഭ്യമാവുകയും ചെയ്തതാണ്. അല്ലാഹു തആല നമുക്ക് ഒരുപാട് ആളുകൾക്ക് മക്കളെ നൽകാറുണ്ട്. നമുക്ക് എന്തിനാണ് മക്കളെ അല്ലാഹു തന്നത് എന്ന് പല സമയത്തും നാം തിരിച്ചറിയാറില്ല. ചില ആളുകൾ എന്തിനാ മക്കളെന്ന് ചിന്തിക്കുമ്പോൾ കരുതുന്നത് പ്രായമാകുമ്പോൾ നോക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ, അതിനൊരു കുട്ടി വേണമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. കുടുംബജീവിതം ആരംഭിച്ചാൽ സ്വാഭാവികമായും മക്കളുണ്ടാകണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് മക്കളെ തന്നതിന്റെ ഉദ്ദേശം അല്ലാഹുവിനെ അറിയുന്ന ഒരാൾ ഭൂമിയിൽ ഉണ്ടാവുക എന്നതാണ്. നമുക്കൊരു കുട്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അല്ലാഹനെ അറിയുന്ന ഒരാൾ കൂടി ഭൂമിയിൽ വരുന്നു എന്നാണ്. മനുഷ്യനെ അല്ലാഹു ഭൂമിയിലേക്ക് അയച്ചത് തന്നെ അല്ലാഹുവിനെ അറിയാനും അല്ലാഹുവിനെ കുറിച്ച് പറയാനുമാണ്. കേവലം ദിക്ർ ചൊല്ലി ഒരു മൂലയിൽ ഇരിക്കാൻ മനുഷ്യന്റെ ആവശ്യമില്ലായിരുന്നു. നമ്മേക്കാളും ദിക്ർ ചൊല്ലുന്ന, നമ്മേക്കാളും തസ്ബീഹ് ചൊല്ലുന്ന ഞാനും നിങ്ങളും അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നതിനേക്കാളും സുജൂദ് ചെയ്യുന്ന ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വസ്തുക്കൾ ഇന്ന് അല്ലാഹുവിന്റെ ഭൂമിയിലുണ്ട്. അല്ലാഹുവിനെ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളിൽ പോലും നമ്മേക്കാളും അല്ലാഹനെ ഓർമ്മപ്പെടുത്തുന്നത് നാം നടന്നു പോകുമ്പോൾ നാം ചവിട്ടുന്ന മണൽത്തരികളാണ്. നാം അല്ലാഹനെ കുറിച്ച് പറയുന്നതിനേക്കാളും ആ മണൽത്തരി അല്ലാഹുവിനെ കുറിച്ച് നമ്മോട് പറയുന്നുണ്ട്. നിങ്ങൾ ഇന്ന് ഈ സദസ്സ് പിരിഞ്ഞു പോകുന്ന സമയത്ത് മണ്ണിൽ നിന്ന് ഒരു പിടി മണ്ണ് 2 വിരൽ കൊണ്ടൊന്ന് പിടിച്ചിട്ട് വീട്ടിൽ പോയി നാളെ സുബഹി വരെ എണ്ണി നോക്കിയാലും അത് എത്ര മണൽത്തരിയുണ്ട് എന്ന് കണ്ടെത്താൻ നാം സുബഹി വരെ എണ്ണിയാലും സാധ്യമാകില്ല. ആ മണൽത്തരി നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒന്നുണ്ട്. ഇത് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുന്ന ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ നീ തിരിച്ചറിയണമെന്ന് നീ ചവിട്ടുന്ന മണൽത്തരി പോലും നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഓരോ ആളും നടന്നു പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, ഓരോ ആളുടെയും നടത്തത്തിന്റെ സ്റ്റൈല് വ്യത്യസ്തമാണ്. എന്തിനെ ഇങ്ങനെയായത്? ഒരാൾ നടക്കുന്നതിനെ കണ്ടാൽ നമുക്കറിയണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ബോധത്തിലേക്ക് നാം തിരിച്ചെത്തണം. ഒരാൾ നോക്കുന്നത് കണ്ടാൽ എല്ലാവരുടെയും ഇരിക്കുന്ന മജ്ലിസിലുള്ള എല്ലാവരുടെയും ഫേസ് കട്ട് വ്യത്യസ്തമാണ്. ഒരാളെ മുഖത്തേക്ക് നോക്കിയാൽ അല്ലാഹുവിനെ അറിയാൻ സാധിക്കണം. അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കാവുന്ന അർത്ഥത്തിലേക്ക് നാം പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യൽ വളരെ അനിവാര്യമാണ്. പക്ഷെ ഇങ്ങനെ ഒരു ആവശ്യത്തിന് അല്ലാഹുവിനെ അറിയുന്ന ഒരാൾ കൂടി ഭൂമിയിൽ ഉണ്ടാകാൻ വേണ്ടി അല്ലാഹു നമുക്ക് സന്താനങ്ങളെ നൽകിയിട്ടുണ്ട്. ഈ മക്കൾ അല്ലാഹനെ അറിയാൻ വേണ്ടി വന്നവരാണെങ്കിലും പല സാഹചര്യത്തിലും അല്ലാഹുവിനെ കുറിച്ച് പഠിപ്പിക്കാൻ നാം തയ്യാറാവാറില്ല. നമുക്കിന്ന് കുട്ടി ഡോക്ടർ ആയിട്ടില്ലെങ്കിൽ വലിയ പ്രയാസമാണ്, എഞ്ചിനീയർ ആയിട്ടില്ലെങ്കിൽ വലിയ പ്രയാസമാണ്. ഇതൊന്നും ആവണ്ട എന്നല്ല, ഇതൊക്കെ സമുദായത്തിന് ആവശ്യവും നമ്മുടെ സമുദായത്തിന്റെ പുരോഗതിക്ക് എല്ലാ മേഖലയിലും പഠിച്ച പുതിയ തലമുറ അനിവാര്യവുമാണ്. അതേസമയം അല്ലാഹനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാതെ കേവലം ഭൗതിക തലത്തിലേക്ക് മാത്രമായി കുട്ടിയെ വളർത്തിയാൽ ദുനിയാവിലും കുട്ടി നമുക്ക് നഷ്ടമാണ്, ആഖിറത്തിലും നഷ്ടമാണ്. അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പരിശുദ്ധ ഖുർആനും മക്കളെ വിഷയത്തിൽ ദുആ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഖുർറത്തു ഐനായ മക്കളെ തരണമെന്നാണ് ദുആ ചെയ്യാൻ പറഞ്ഞത്. മക്കളിൽ നിന്നുണ്ടാകേണ്ടത് ഖുർറത്തു ഐനാണ്. ഖുർറത്തു അയ്യുൻ എന്ന് പറഞ്ഞാൽ കൺകുളിർമയാണ്. പഴയ കാലത്ത് ഉപ്പമാരോടൊക്കെ ചോദിച്ചാൽ അറിയാം, നമ്മുടെയൊക്കെ പ്രായമുള്ള ആളുകൾ മക്കളോട് പഴയ കാലത്ത് പറയുമായിരുന്നു, മോനെ ഞാൻ മരിക്കുമ്പോൾ നീ എൻ്റെ അടുത്ത് ഉണ്ടാവണമെന്ന് പറയാറുണ്ട്. ചില മക്കളെ പ്രത്യേകം വിളിച്ചിട്ട് ഞാൻ മരിക്കുമ്പോൾ നീ എൻ്റെ അടുത്തൊന്നും ഉണ്ടാവണം. എന്തിനാണത്? നല്ല ഖുർറത്തു അയ്യുനായ ഒരു കുട്ടി അടുത്തിരുന്നാൽ ഇയാൾ കലിമ ചൊല്ലിയേ മരിക്കുള്ളൂ. ആ കുട്ടിയൊന്നും പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട, ആ കുട്ടിയെ കലിമ ചൊല്ലി കൊടുക്കേണ്ട ആവശ്യമില്ല. ആ കുട്ടി അവിടെ ഇരുന്നാൽ മതി. കുട്ടി ഇരുന്നാൽ അല്ലാഹുവിനെ ഓർമ്മ വരുന്ന തലത്തിലേക്ക് നമ്മുടെ മക്കളെ വളർത്താൻ നമുക്ക് സാധ്യമാകണം. അല്ലാഹു നമുക്ക് നൽകിയ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കുകയും മക്കളില്ലാത്തവർക്ക് അല്ലാഹു സ്വാലിഹീങ്ങളായ മക്കളെ നൽകുകയും ചെയ്യട്ടെ. ഇന്ന് നാം ഈ അല്ലാഹുവിന് വേണ്ടി വളർത്തുന്നതിന് പകരം പലപ്പോഴും ദുനിയാവിന് വേണ്ടി മാത്രം വളർത്തുകയാണ്. നമ്മുടെ അനന്തരം സ്വീകരിക്കാൻ ഒരാള്, നമ്മെ പ്രായമാകുമ്പോൾ നോക്കാൻ ഒരാള്, ഇതിനു വേണ്ടിയൊന്നും മക്കളെ വളർത്തരുത്. മക്കളെ വളർത്തുന്നത് ലില്ലാ എന്നൊരൊറ്റ ലക്ഷ്യത്തിനായി മാറേണ്ടതുണ്ട്. നീ
നിങ്ങൾ ചെറിയ കുട്ടിയെ, ഒരു 10 മാസം പ്രായമാകാത്ത മുലപ്പാല് കുടിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് ചെന്നിട്ട് അല്ലാ എന്ന് കുട്ടി കേൾക്കുന്ന രൂപത്തിൽ പറഞ്ഞാൽ കുട്ടി നിങ്ങളെ ശ്രദ്ധിക്കും. ഞാൻ എൻ്റെ അയൽവാസിയാന്ന് പറഞ്ഞാൽ മെയിൻ ചെയ്യാത്ത കുട്ടി, ഞാൻ നിന്റെ ജ്യേഷ്ഠനാണെന്നോ കുടുംബക്കാരനാണെന്നോ പറഞ്ഞാൽ നിന്നെ തിരിച്ചറിയാത്തൊരു കുട്ടി അല്ലാ എന്ന് കേട്ടാൽ നിന്റെ മുഖത്തേക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത് അനുഭവപ്പെടും. എന്തേ കാരണം? കുട്ടി അള്ളാഹുവിന്റെ ദുനിയാവിലേക്ക് വന്നത് അള്ളാഹുവിനെ അറിയണമെന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ്. നിങ്ങൾ തൊട്ടിലിന്റെ കൈപ്പിടിച്ച് കുട്ടിയെ ഉറക്കാറുണ്ടല്ലോ. മാപ്പിളപ്പാട്ട് പാടി ഒരു ദിവസം ഉറക്കിയിട്ട് പിറ്റേ ദിവസം നമ്മുടെ ഉമ്മമാരൊക്കെ ഉറക്കുന്ന പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഉറക്കി നോക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഉറക്കുന്നതിനേക്കാളും 3 ഇരട്ടി സമയമെങ്കിലും വേണ്ടിവരും പാട്ട് പാടിയാൽ കുട്ടി ഉറങ്ങണമെങ്കിൽ. കാരണം കുട്ടി ഇങ്ങോട്ട് വന്നതിന്റെ ലക്ഷ്യം ഈ റബ്ബിനെ അറിയലാണ്. ആ അള്ളാനെ അറിയാൻ ആവശ്യമായ പഠന സൗകര്യങ്ങളും അതിനനുസൃതമായ രൂപത്തിൽ കുട്ടിയെ വളർത്തലുമാണ് രക്ഷിതാവായ ഒരാളുടെ ഡ്യൂട്ടി. നമുക്ക് സ്കൂളിൽ പോകുമ്പോ അല്ലെങ്കിൽ മദ്രസയിൽ പോകുമ്പോ പ്രോഗ്രസ് റിപ്പോർട്ട് സൈൻ ചെയ്യാൻ വേണ്ടി കുട്ടിയുടെ രക്ഷിതാവിന്റെ ഒപ്പ് എന്നിടത്ത് സൈൻ ചെയ്യാറുണ്ട്. രക്ഷിതാവ് എന്നതിന്റെ അറബി പദം റബ്ബ് എന്നാണ്. രക്ഷിതാവ് എന്നതിന്റെ അറബി പദം റബ്ബ് എന്നാണ്. റബ്ബ് തന്റെ അടിമയെ എങ്ങനെ വളർത്തുന്നുണ്ടോ അങ്ങനെ നിന്റെ കുട്ടിയെ വളർത്താൻ എന്നാണോ സാധിക്കുന്നത് അന്നാണ് സത്യത്തിൽ നാം രക്ഷിതാവായിട്ടുള്ളൂ. ഇന്ന് ചെറുപ്പം മുതൽ തന്നെ കുട്ടികളെ അള്ളാഹുവിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആവശ്യമായ പണി കൂടുതലും സൗകര്യം ചെയ്തു കൊടുക്കുന്ന വലിയൊരു വിഭാഗം നാട്ടിലെ രക്ഷിതാക്കളാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇന്ന് ചെറിയൊരു കുട്ടി മുലപ്പാല് കുടിക്കുന്നില്ല, നാം ചെയ്യുന്ന പണി, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ സിനിമ TV തുറന്ന് വെച്ച് സിനിമ കാണിച്ചു കൊടുത്ത് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുന്നൊരു കാലം. കുടുംബസമേതം സിനിമ കാണാന്ന് പറഞ്ഞാൽ തന്നെ ഒരു തരം ഭ്രാന്താണ്. നിങ്ങൾ അതിന്റെ അനന്തരഫലം ഒന്ന് ആലോചിച്ചാൽ അത് മനസ്സിലാവും. ഈ അടുത്ത് മലയാളക്കരയിൽ നിന്ന് ഒളിച്ചോടിപ്പോയ ഒരു കുട്ടിയെയുമായി തന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ ഒരു കൗൺസിലിംഗ് നടത്തുന്ന ഒരു ഉസ്താദിന്റെ സമീപത്തേക്ക് ചെന്നു. ആ കുട്ടി തന്റെ വാപ്പയെയും ഉമ്മയെയും ഇരുത്തിക്കൊണ്ട് സംസാരിച്ച ചില ചിന്തനീയമായ സംസാരങ്ങളുണ്ട്. ഇതൊരു കുട്ടിയുടെ മാത്രം ചിന്തയല്ല, ദുനിയാവിലുള്ള എല്ലാ മക്കളുടെയും ചിന്തയാണ്. ആ കുട്ടി വാപ്പയെയും ഉമ്മയെയും എടുത്തിരുത്തി. എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ ഇങ്ങനെ ഒരുത്തന്റെ കൂടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് ഒളിച്ചോടിപ്പോയി എന്നത് സത്യമാണെങ്കിലും ഇതിന്റെ യഥാർത്ഥ പ്രതി ഞാനല്ല, യഥാർത്ഥ പ്രതി എന്റെ ഉപ്പയും ഉമ്മയുമാണ്. എന്തേ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ കുട്ടി കൗൺസിലിംഗ് നടത്തിയ ഉസ്താദിന്റെ മുമ്പിൽ വന്ന് പറഞ്ഞ വാക്കിങ്ങനെയാണ്: ഞാനും എന്റെ ഉപ്പയും എന്റെ ഉമ്മയും ഒരുമിച്ചിരുന്നാണ് സിനിമ കാണാറുള്ളത്. എന്നിട്ട് ഉപ്പാനോട് ചോദിച്ചു, വാപ്പ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ചോദിച്ചു. വാപ്പ പറഞ്ഞു, അതെ, നിങ്ങൾ സിനിമ കാണുമ്പോൾ ഞാൻ നിങ്ങളെ നന്നായി വാച്ച് ചെയ്യാറുണ്ട്. നിങ്ങൾ സിനിമ കാണുമ്പോൾ സിനിമ ആക്ട്രസുകളായ അർദ്ധനഗ്നയായ സ്ത്രീകളുടെ ശരീരം നോക്കി ആസ്വദിക്കുന്നത് ഞാൻ കാണാറുണ്ട്. നിങ്ങൾക്ക് ആസ്വദിക്കാൻ അല്ലാഹ് തന്ന ഭാര്യയെ തൊട്ടപ്പുറത്തിരുത്തിയിട്ടല്ലേ നിങ്ങൾ സിനിമ കാണാറുള്ളത്? ഉമ്മയോടും ഇതേ വാക്ക് പറഞ്ഞു. നിങ്ങളുടെ ഭർത്താവായ എന്റെ ഉപ്പയെ അടുത്തിരുത്തി നിങ്ങൾ സിനിമ നടന്മാരുടെ മുഖഭംഗി ആസ്വദിക്കുന്നത് ഞാൻ കാണാറുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അന്യ പുരുഷനെയും അന്യ സ്ത്രീയെയും ആസ്വദിക്കാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ടൊരു അന്യ പുരുഷനെ ആസ്വദിച്ചുകൂടാ? ഇതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നതിന്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം എന്ന് 18 വയസ്സ് പൂർത്തിയാകുന്ന ഒരു പെൺകുട്ടി പറഞ്ഞപ്പോഴാണ് ഇതിന്റെ അപകടതലം എത്രത്തോളം വിശാലമാണെന്ന് ചിന്തിച്ചു പോയത്. ഇത് നമ്മുടെ വീട്ടിൽ സിനിമ കാണാൻ പോയി മക്കളും ആലോചിക്കുന്നുണ്ടാവും. നമുക്കിന്ന് വളരെ സിമ്പിളാണ്. മാതാപിതാക്കളും കുടുംബങ്ങളും ഒരുമിച്ചിരുന്ന് കുടുംബസമേതം അള്ളാഹുവിന്റെ നരകം പണം കൊടുത്ത് വാങ്ങുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയിലേക്ക് നമ്മുടെ സമുദായം എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. ഇത് കാണുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ എന്താ ചിന്തിക്കുക? ഈ കുട്ടി എന്താണ് ചിന്തിക്കുക? ഈ കുട്ടി മാതാപിതാക്കളോടൊപ്പം സിനിമ കാണുന്നുണ്ടെങ്കിൽ ആ കുട്ടി ഒളിച്ചോടിപ്പോയാൽ മാതാപിതാക്കൾക്ക് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള അധികാരം പോലും നഷ്ടപ്പെടുകയാണ്. കുട്ടിയുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് നാം അറിയാതെ കയറിപ്പോകുന്ന ചിന്താധാരകളാണ് സത്യത്തിൽ ഒളിച്ചോട്ടത്തിന്റെയും പ്രണയത്തിന്റെയും മക്കൾ നമ്മുടേതല്ലാതെ ഹിദായത്തിന്റെ മാർഗം പോലും തെറിച്ച് അന്യ വിഭാഗത്തിന്റെ കൂടെ ഒളിച്ചോടിപ്പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ കുടുംബം നന്നാവാൻ, നമ്മുടെ മക്കൾ നന്നാവാൻ ആദ്യം നാം ചെയ്യേണ്ട പണി സിനിമയിൽ നിന്ന് നമ്മുടെ കുടുംബത്തെ മൊത്തം മാറ്റി നിർത്തുകയും നാം സ്വയം മാറി നിൽക്കലുമാണ്. നിങ്ങൾ ആധുനിക സിനിമയെക്കുറിച്ച് ശരിക്കൊന്ന് പഠിച്ചു നോക്ക്. അധിക സിനിമകളുടെയും കഥാകൃത്തുകളായി പ്രത്യക്ഷപ്പെടുന്നത് യുക്തിവാദികളാണ്. അവർക്ക് മുസ്ലിമീങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചില അജണ്ടകളുണ്ട്.
അധിക സിനിമയുടെയും കഥാകൃത്തുകൾ യുക്തിവാദികളാണ്. സിനിമകൾ പലതിന്റെയും കഥകൾ സിനിമ കാണുന്ന പലരും ഈ കൂട്ടത്തിലുണ്ടാകുമല്ലോ. സിനിമ കാണുന്ന ഒരുപാട് ആളുകളോട് ചോദിച്ചുറപ്പ് വരുത്തിയ ശേഷമാണ് ഞാനിത് പറയുന്നത്. ഇത് ശരിയല്ലെന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ ഈ സദസ്സിൽ നിന്ന് തന്നെ എഴുന്നേറ്റ് നിന്ന് പറയാവുന്നതുമാണ്. ഏത് സിനിമയുടെയും കഥകൾ പരിശോധിച്ചാൽ അധികവും ഒരു മുസ്ലിം പെൺകുട്ടിയെ ഒരു മുസ്ലിം അല്ലാത്തൊരു സഹോദരനെ എങ്ങനെ സ്വന്തമാക്കാമെന്നും എങ്ങനെ അവന്റെ കൂടെ ഇറങ്ങിപ്പോകണമെന്നും സിനിമകൾ നമ്മുടെ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഇത് കാണുന്ന ഒരു കുട്ടി ഒളിച്ചോടിയാൽ സത്യത്തിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. നിങ്ങൾ എല്ലാ ദിവസവും സുബഹി നിസ്കരിച്ച് ഒരു മജ്ലിസിലിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച നല്ല ഒരു ആശിക്കായ മനുഷ്യന്റെ ഒരു കഥ എല്ലാ ദിവസവും നിങ്ങൾ കേട്ടാൽ ഒരു 30 ദിവസം കേൾക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾ മദീനയുടെ ഒരു അനിർവചനീയമായ ഒരു മുഹിബ്ബായി മാറിയിട്ടുണ്ടാവും. എന്നാൽ എല്ലാ ദിവസവും 1 or 2 സിനിമയോ കാണുന്ന അതല്ലെങ്കിൽ ആഴ്ച തോറും കാണുന്ന ഒരു കുട്ടി ഇങ്ങനെയുള്ളൊരു മാനസിക തലത്തിലേക്ക് എത്തുന്നുവെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനില്ല. നാം ചെയ്യേണ്ടത് സിനിമയും സീരിയലും കാണുന്ന ഒരു സ്വഭാവത്തിൽ നിന്ന് നാം സ്വയം മാറി നിൽക്കുകയും നമ്മുടെ കുടുംബത്തെ മാറ്റി നിർത്താൻ ശ്രമിക്കുകയും വേണം. അതോടൊപ്പം സിനിമ കാണുന്ന ഒരു കുട്ടിയെ മദ്രസയിൽ ഉസ്താദ് പഠിപ്പിച്ചിട്ടും കുട്ടിയുടെ കൽബിലേക്ക് കയറൂല. സിനിമ കാര്യമായി ചെയ്ത ഒരു ഉണ്ടാക്കിയെടുത്ത അപകട നില ഉസ്താദുമാരോട് പഠിപ്പിച്ച ഗുരുനാഥനെയും വളർത്തിയ മാതാപിതാക്കളെയും അപമാനിക്കാൻ എന്തൊക്കെ ചെയ്യണോ അതിനാവശ്യമായ മുഴുവൻ പരിശീലനവും സിനിമ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ സമുദായത്തെ അറിഞ്ഞോ അറിയാതെയോ ടാർഗറ്റ് ചെയ്യുന്ന ഒരു തലം സിനിമയിലുണ്ടെന്ന് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ചും കുടുംബം വീട്ടിലും ഇവിടെ രക്ഷിതാക്കൾ ഇവിടെയുമാകുമ്പോൾ പലപ്പോഴും നന്നായി പണം കൊടുത്തയക്കുകയും അവരൊക്കെ അതിനനുസൃതമായ രീതിയിൽ പണം ഉപയോഗിച്ച് വീട്ടിൽ ടെലിവിഷൻ വെച്ച് കണ്ടുകൊണ്ടിരിക്കാൻ. ആധുനിക സിനിമകളിലെ നായകൻ മുസ്ലിം പെണ്ണും നായിക മുസ്ലിം പെണ്ണും നായകൻ കാഫിറായ മനുഷ്യനുമാണ്. എന്താ ഇതിലെ അജണ്ട? സിനിമ കാണുന്ന ഒരു പെണ്ണിന്റെ മനസ്സിൽ സിമ്പതി തോന്നുക സ്വാഭാവികമായും ഹീറോയോടാണ്. ആ ഹീറോ ആരാ? ഹിദായത്തിന്റെ മാർഗമില്ലത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയ ഒരാളാണ്. അവന്റെ കൂടെ എങ്ങനെ ജീവിക്കാമെന്ന് പരിശീലനം കൊടുക്കുമ്പോ വീട്ടിലേക്ക് കയറി വന്ന ആശാരിപ്പണിക്കാരന്റെ കൂടെ നിന്റെ മകൾ ഒളിച്ചോടിയിട്ടുണ്ടെങ്കിൽ കേവലം അവളെ കുറ്റപ്പെടുത്തൽ കൊണ്ടായില്ല, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. രണ്ടാമത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ മാതാപിതാക്കൾ പലരും ഖുർആൻ ക്ലാസ്സിനും പഠന ക്ലാസ്സുകൾക്കും പോകാറുണ്ട്. നമ്മുടെ നാടുകളിലൊക്കെ ഖുർആൻ ക്ലാസ് ഉണ്ട്. എന്നാൽ ആരാ നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്നത്? നിങ്ങൾ നിങ്ങളുടെ മഹല്ലത്തിൽ ചെന്ന് ഒരു പഠന ക്ലാസ് നടക്കുമ്പോൾ ഒരു പേനയും ഒരു നോട്ട്ബുക്കും അവിടെ വെച്ച് ഏത് പ്രായക്കാരാണ് പങ്കെടുക്കുന്നത് എന്ന് പരിശോധിച്ചാൽ സ്ഥിരമായി നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പഠന ക്ലാസ്സുകളിൽ അധികവും ഉള്ളത് ഒരു 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് റിസർവ്ഡായ കുറെ സീറ്റുകളായിരിക്കും അധിക പഠന ക്ലാസ്സുകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അബുദാബിയിൽ ബഹുമാനപ്പെട്ട സിൻസാർ ഉസ്താദിന്റെ വേദി അതിൽ നിന്ന് തീർത്തും വ്യതിരിക്തമാണ്. അള്ളാഹു ഈ മജ്ലിസ് ദീർഘകാലം നമുക്ക് നിലനിർത്തി തരട്ടെ. ഈ പൊതുവെ നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു 30-35 വയസ്സോ കഴിഞ്ഞ സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന കുറെ ക്ലാസ്സുകളാണ്. അവർ പോകണ്ട എന്നല്ല, അതേസമയം നമ്മുടെ നാട്ടിൽ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിൽ നിന്നോ മദ്രസ പൂർത്തീകരിച്ചൊരു കുട്ടി പിന്നെ ദീന് കേൾക്കാൻ പോകുന്നത് 30ാം വയസ്സിലാണ്. 15 കൊല്ലം ഈമാൻ റീചാർജ് ചെയ്യാതിരുന്നാൽ ഒരു കുട്ടിയുടെ ഈമാൻ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കേവലം അവൾ മാത്രം ഉത്തരവാദിയല്ല, ആ സാഹചര്യം ഒരുക്കിയവർ മുഴുവൻ അള്ളാഹുവിന്റെ മുമ്പിൽ ആ വിഷയത്തിൽ ഉത്തരവാദിത്തമുള്ളവരാണ്. 15 കൊല്ലം ഈമാൻ റീചാർജ് ചെയ്തില്ലെങ്കിൽ ഈമാൻ വഴിതെറ്റിപ്പോകുക എന്നുള്ളത് സ്വാഭാവികമല്ലേ? നമ്മുടെ ഈമാൻ, ഒരു വർഷം നിങ്ങൾ അബുദാബിയിൽ ജീവിച്ചിട്ട് ഒരു വർഷത്തിന്റെ ഉള്ളിൽ നിങ്ങളെ കൽബിനാവശ്യമായ ഒരു നസീഹത്തും കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് ദീനുള്ളവന്റെ ഈമാൻ പോലും വഴിതെറ്റുമല്ലോ. എന്നാൽ 15 കൊല്ലം ദീന് കേൾക്കാൻ സാഹചര്യമില്ലാതെ, അതല്ലെങ്കിൽ ആ സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാതെ നമ്മുടെ മക്കൾ വളരുകയും അവർക്ക് ദീൻ ലഭിക്കാതെ പോവുകയും ചെയ്യുമ്പോൾ കുട്ടി അറിയാതെ ഒളിച്ചോട്ടത്തിന്റെയോ മറ്റോ ഇരയാവുകയാണ്. അതിനുവേണ്ടി ടാർഗറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ചിലരെങ്കിലും നമ്മുടെ നാടുകളിൽ ഉണ്ട് എന്ന് പെൺമക്കളുള്ള രക്ഷിതാക്കൾ പ്രത്യേകം തിരിച്ചറിയുകയും നമ്മുടെ നാട്ടിലെ ആൺകുട്ടികൾ, ചെറിയ മക്കൾ, ടീനേജ് പ്രായത്തിലെ മക്കൾ പോലും 50 പൈസയുടെ മിഠായിയുടെ വലിപ്പത്തിലുള്ള കഞ്ചാവിന്റെ എസൻസ് ഉപയോഗിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഓർമ്മപ്പെടുത്തുകയാണ്. 50 പൈസയുടെ മിഠായിയുടെ വലിപ്പത്തിൽ കഞ്ചാവിന്റെ എസൻസ് കിട്ടുന്നുണ്ട്. ഇത് കഴിച്ച് കുട്ടികൾ സ്കൂളിൽ താമസിക്കുന്നു. ഈ അടുത്ത് മലബാറിലെ വളരെ പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട ഒരു ഗേൾസ് ഹൈസ്കൂളിൽ സമീപത്ത് PTA കമ്മിറ്റി ചില പ്രതിസന്ധികൾ അനുഭവിച്ചപ്പോ PTA കമ്മിറ്റി റോഡ് സൈഡിലേക്ക് ക്യാമറ ഫിറ്റ് ചെയ്തു. ക്യാമറ ഫിറ്റ് ചെയ്തിട്ട് അതിന്റെ CCTV ഈ പ്രിൻസിപ്പൽ റൂമിലും അതുപോലെ ആ നാട്ടിലെ SI റൂമിലും കാണാനുള്ള സൗകര്യം ചെയ്തു. SI ഒരു ദിവസം പെട്ടെന്ന് സ്കൂളിലേക്ക് വന്നിട്ട് ആ നാട്ടുകാരായ പലരും ഈ മജ്‌ലിസിലുണ്ട് എന്ന ബോധത്തോടെയാണ് ഞാൻ പറയുന്നത്. പ്രിൻസിപ്പൽ റൂമിലേക്ക് വന്നിട്ട് പ്രിൻസിപ്പലോട് പറഞ്ഞു, ഒരാഴ്ചത്തെ CCTV ഒന്ന് പരിശോധിച്ചു. എല്ലാ ദിവസവും രാവിലെ ഒരു സ്വിഫ്റ്റ് കാർ സ്കൂളിന്റെ മുമ്പിൽ വന്ന് നിർത്തുന്നു. ഒരു പെൺകുട്ടി ഒരു കവർ വാങ്ങി തിരിച്ചു പോകുന്നു. ഇതാണ് കാണുന്നത്. ആ കുട്ടിയെ വിളിച്ചു. 9ാം ക്ലാസ്സിലാണ്. വാങ്ങിയത് കഞ്ചാവ് ഉപയോഗിക്കാൻ ആവശ്യമായ സെൻസാണ്. ഇത് ക്ലാസ് റൂമിലിരുന്ന് കുട്ടികൾ ഉപയോഗിക്കുന്നു. ഇതിന്റെ ഏജന്റ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. ഈ തലത്തിലേക്ക് നമ്മുടെ സമൂഹത്തിൽ ആൺകുട്ടിയിലും പെൺകുട്ടിയിലും ഈ സ്വഭാവം വർദ്ധിക്കുകയും മതപരമായ ഉത്ബോധന സദസ്സുകളിലേക്ക് അവർ സ്വയം എത്താതിരിക്കുകയോ അത് എത്തിക്കണമെന്ന ബോധം നമുക്കില്ലാതെയാവുകയോ ചെയ്യുമ്പോൾ നമ്മുടെ മക്കളിൽ അറിയാതെ ചില തിന്മകൾ വളരുകയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ ലില്ല എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി വളർത്തുന്നവരാക്കി മാറ്റേണ്ടതുണ്ട്. ഏത് ക്യാമ്പസിലേക്ക് പോയാലും, ഭൗതിക ക്യാമ്പസുകളിലേക്ക് പോകുമ്പോഴൊക്കെ പല ഹോസ്റ്റലുകളും രാത്രി 9 മണി വരെ ഓപ്പണാണ്. രാത്രി 9 മണി വരെ ഓപ്പണായി കിടക്കുന്ന ഹോസ്റ്റലാണ് പല ഹോസ്റ്റലുകളും. രാത്രി 2 മണിക്ക് അടക്കുന്ന പെൺകുട്ടികളുടെ ഹോസ്റ്റലുള്ള ക്യാമ്പസ് കേരളത്തിലുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. രാത്രി 2 മണി വരെ ഓപ്പണായി കിടക്കുന്ന ഹോസ്റ്റല്, അവർക്ക് 2 മണിക്ക് റൂമിലെത്തേണ്ടതുള്ളൂ. രാത്രി 9 മണി വരെ ഈ പെൺകുട്ടികൾക്ക് എവിടേക്കും പോകാവുന്ന ധാരാളം പഠന ക്യാമ്പസുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നാം ഇങ്ങനെ കരുതും, എന്റെ കുട്ടി MBBS പഠിക്കാൻ പോയതാ, എഞ്ചിനീയർ ആവാൻ പോയതാ എന്നൊക്കെ കരുതി സന്തോഷിക്കുമ്പോഴും അവൾ പഠിക്കുന്ന ക്യാമ്പസിന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് തിരിച്ചറിയാതെ ഒരു ക്യാമ്പസിലേക്ക് നമ്മുടെ കുട്ടിയെ ചേർക്കുന്നതിന്റെ മുമ്പ് കുട്ടിയുടെ ഈമാൻ സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തുകയും നാം മരിക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ ആ കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയെ കുറിച്ചൊന്ന് ഓർത്താൽ ആ കുട്ടിയെ ആലോചിക്കുമ്പോൾ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമുക്ക് ചൊല്ലാൻ സാധ്യമാകും വിധത്തിൽ കുട്ടിയെ വളർത്താനും നമുക്ക് സാധ്യമാകണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഒരുപിടി വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നു. അത് വലിയ വലിയ വിഷയങ്ങളിലേക്കുള്ള ചൂണ്ടുപലകകളാണ്. ഇതുപോലെ ആയിരക്കണക്കിന് സംഭവങ്ങൾ എന്ന് ഞാൻ പറയുന്നത് എക്സാജറേഷൻ അല്ല. അത്രയും സംഭവങ്ങൾ ഡെയിലി ഇടപെടുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധം അറിയുന്നതിൻ്റെ പ്രോഗ്രസ് എന്താണെന്ന് അറിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അഭിനന്ദനായ ആസിഫ് ദാരിമി ഉസ്താദ് അവറുകളുടെ ഈ ചുരുങ്ങിയ വാക്കുകൾ അത്രക്കും ആധികാരികമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളിൽ സ്വലാഹും നന്മയും അവർ അള്ളാഹുവിന് വേണ്ടി ജീവിക്കുന്ന മക്കളാക്കി അവൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ സിനിമയുടെ വിഷയം പറഞ്ഞു. ഇപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നതാണ്. പിന്നെ ഒരേ വിഷയം ആവർത്തിച്ച് പറയുമ്പോൾ കേൾക്കുന്നവർക്കൊരു ബോറടി വരും. ആസിഫ് ദാരിമി ഉസ്താദ് അത് വളരെ കാര്യഗൗരവത്തിൽ തന്നെ ഇവിടെ പറഞ്ഞതുകൊണ്ട് ഒന്നുകൂടെ നമുക്കൊന്ന് പൊടി തട്ടിയെടുക്കേണ്ടതുണ്ട്. ഒന്നുമല്ല, ദീനിനോടൊരടുപ്പം വന്നാൽ സ്വാഭാവികമായിട്ടും അതിനോടൊരു വെറുപ്പ് വരും. അതാതിൻ്റെ രസം. ഖുർആനിൻ കേൾക്കാനും ഖുർആൻ ഓതാനും ഒരു ഹരം തോന്നി തുടങ്ങിയാൽ ഓട്ടോമാറ്റിക്കലി മ്യൂസിക്കിലേക്ക് മനുഷ്യൻ പോവില്ല. അത്രേ വേണ്ടു. ഒരു സൈഡ് ക്ലിയർ ചെയ്താൽ മറ്റേത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? വീക്കാവും. അപ്പൊ നമ്മൾ ഖുർആൻ കേൾക്കുന്നില്ല, സ്വാഭാവികമാണ് ആ നേരം പാട്ടോ മ്യൂസിക്കോ സിനിമയോ കൊണ്ട് നടക്കും. ഖുർആൻ കേൾക്കാൻ തുടങ്ങിയത് ആസ്വദിക്കാൻ തുടങ്ങിയാൽ ഓട്ടോമാറ്റിക്കലി മറ്റു ഭാഗം കട്ട് ഓഫ് ആവും. നമുക്ക് രസമില്ലാതെ മാറും. അത് അനുഭവിച്ച ആളുകളായിരിക്കും ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവാം. അത് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു നല്ല അനുഭവം നമ്മളെ കുടുംബങ്ങളിലേക്ക് സുഹൃത്തുക്കളിലേക്ക് കൈമാറുക. സർവശക്തനായ അല്ലാഹു നമ്മളെ ജീവിക്കാൻ വിട്ടത് ഒരു മഹിതമായ ലക്ഷ്യത്തിനാണെന്നും ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ്. നമ്മൾ പഠിക്കുന്നതൊക്കെ അത് തന്നെയാണ്. പിന്നെ ഈ റീചാർജിങ്, 15 വർഷം ഒരു കുട്ടി ഒന്നും പഠിക്കാതിരിക്കുന്നതിൻ്റെ ഒരു അപകടമാണ് ഉസ്താദ് പറഞ്ഞത്. കാരണം കുട്ടികളൊക്കെ ഹോംവർക്ക് ഉണ്ട് അല്ലെങ്കിൽ അസൈൻമെന്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ പോയിക്കോളൂ 10ാം ക്ലാസ്സിന്, ഞാനില്ല, അങ്ങനെ പറയാം. അങ്ങനെയല്ല, അവരെ കൊണ്ടുവരണം, കേൾപ്പിക്കണം. പിന്നെ അവർക്കും കേൾക്കാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യണം? ക്ലാസ് എടുക്കുന്ന ആൾക്കാർ പഠിച്ചു പറയും വേണം. അപ്പോഴാണ് അവരെ കൂടെ എന്റർടൈൻ ചെയ്യുന്ന രീതിയിൽ പുതുതലമുറയെ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് അപ്പീലിംഗ് ആയ രീതിയിൽ പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ്. കാരണം വിവരം ഇല്ലാത്തതിൻ്റെയോ കിട്ടാത്തതിൻ്റെയോ കുഴപ്പമില്ല. വിവരം അത്
ട്രാൻസ്മിറ്റ് ചെയ്യുന്ന രീതിയോ അതിൻ്റെ സ്വഭാവമോ മാറുന്നത് കൊണ്ടാണ് ആളുകൾ താല്പര്യപ്പെടാത്തത്. അത് ദഅവത്ത് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒന്നുകൂടെ ഊന്നി പറയാണ്, നമ്മുടെ സമൂഹത്തിൽ ഇത്രയും ഗുരുതരമായ വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അനാവശ്യമായ വിഷയങ്ങളിലേക്ക് ചർച്ചകൾ കൊണ്ടുവരികയും ഒച്ചപ്പാടുകൾ ഉണ്ടാക്കുകയും കുറ്റപ്പെടുത്തലുകളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഇതിനൊക്കെ ഇഷ്ടംപോലെ സമയം നമ്മുടെ മീഡിയകൾ ചെലവഴിക്കുകയാണ്. വാട്സപ്പിലായിട്ടും ഫേസ്ബുക്കിലായിട്ടും മസാലകളുടെ കാര്യം പറഞ്ഞിട്ടും അല്ലാതെയും ഒക്കെ ആവട്ടെ, ഇതുപോലെയുള്ള ഗുരുതരമായ വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിനോടൊന്നും ഒരു ചുക്കും മിണ്ടാതെ നമ്മുടെ അഖീദയെ പോലും ബാധിക്കുന്ന വിഷയങ്ങൾ പല ആളുകളും പല സംഘടനകളുടെ ആളുകളും വിളിച്ചു പറയുമ്പോൾ പോലും മൗനം പാലിച്ചുകൊണ്ടും കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ടും ഇരിക്കുന്ന ആളുകളാണ് ഒരു പത്രത്തിന്റെ സ്റ്റാൻഡേർഡ് പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ അനാവശ്യമായ വിഷയങ്ങളൊക്കെ അച്ചടിച്ചു വിടുന്നത്, അതിലേക്ക് സമയം ചെലവഴിക്കുന്നത്. നമ്മുടെ സമൂഹം ഹിദായത്തിൽ തെറ്റിപ്പോകുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരുപാട് ഊർജം അനാവശ്യമായി കളയുന്നത്. അത് സംഭവിക്കരുത്. നമ്മുടെ പണ്ഡിതന്മാരും നേതാക്കന്മാരും ഒക്കെ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചില്ലെങ്കിൽ അടുത്ത ഒരു തലമുറ നമുക്ക് കൈവിട്ടുപോകും. അടുത്ത ഒരു തലമുറ, ഒരു ജനറേഷൻ ഈ ഉമ്മത്തിന് നഷ്ടമാവും. അത് വരാതിരിക്കണമെങ്കിൽ ഇപ്പോഴേ നമ്മൾ പ്ലാൻ ചെയ്ത് പ്രവർത്തിക്കണം. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം അല്ലാഹുവാണ്. നമ്മുടെ മക്കളും കുടുംബവും ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം, മക്കളും കുടുംബത്തോടും ഭാര്യ മക്കളോടും ഭർത്താവിനോടും ഒക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് പോകാൻ പറ്റണം. അതാണ് ഖുർആൻ വിഭാവനം ചെയ്യുന്നത്. അതിന് അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. റഹ്മാനുർ റഹീമായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ, ഞങ്ങളുടെ യജമാനനും ഉടമസ്ഥനും സ്രഷ്ടാവുമായ തമ്പുരാനെ, ഞങ്ങൾക്ക് എന്താണോ ഈ ജീവിതത്തിൽ ഖൈർ, ആ ഖൈർ നീ നൽകണേ തമ്പുരാനെ. എല്ലാവിധ ഷർറുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് നീ ഞങ്ങളോട് കോപിക്കാൻ ഇടവരുന്ന അവസ്ഥകളിൽ നിന്നൊക്കെ ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അള്ളാഹു, ഞങ്ങളുടെ ഈമാൻ ഞങ്ങളുടെ ഖൽബുകളിൽ പൂർത്തിയാക്കി തരണേ അള്ളാഹ്. നിന്റെ ഭാഗത്തു നിന്നുമുള്ള പ്രത്യേകമായ പ്രകാശം ഞങ്ങളുടെ ഖൽബുകളിലേക്ക് നൽകുകയും അങ്ങനെ തിന്മകൾക്ക് ഞങ്ങൾക്ക് വെറുപ്പായി മാറുന്ന അവസ്ഥയിലേക്ക് ഞങ്ങൾക്ക് നീ തസ്കിയത്തും തർബിയത്തും നൽകണേ തമ്പുരാനെ. റഹ്മാനുർ റബ്ബേ, നിനക്ക് എന്തൊക്കെ ഇഷ്ടമാണോ അത് ഞങ്ങൾക്ക് ഇഷ്ടമാക്കി തരണേ റബ്ബേ. നിനക്ക് എന്തൊക്കെ വെറുപ്പാണോ, ആരെയൊക്കെ വെറുപ്പാണോ അത് ഞങ്ങൾക്ക് വെറുപ്പാക്കി തരണേ തമ്പുരാനെ. റഹ്മാനുർ റബ്ബേ, നല്ല കൂട്ടുകെട്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ വിദ്യാർത്ഥിനികൾക്ക് പ്രത്യേകിച്ചും യുവാക്കൾക്ക് യുവതികൾക്കൊക്കെയും അള്ളാഹുവേ നല്ല ഈമാനികമായ സൗഹൃദം നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ മാലിക്കുൽ മുലൂക്കായ റബ്ബേ, ശാരീരികമായ അസുഖവും പ്രയാസങ്ങളും വരുമ്പോൾ നിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഫിയത്ത് ചോദിക്കാൻ വേണ്ടി പറഞ്ഞ ദുആ ഞങ്ങൾ ഓർക്കുകയാണ് റബ്ബേ. ഞങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖമതിക വജമീഇ സഖതിക യാ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ഭാഗത്തു നിന്നും വരുന്ന കോപങ്ങളിൽ നിന്ന്, നിന്റെ ശിക്ഷയിൽ നിന്ന് കാവൽ നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് ശരീരത്തിനും അവയവങ്ങൾക്കും നീ തന്ന ആരോഗ്യം തിരിച്ചെടുക്കാതെ നീ നിലനിർത്തി തരണമേ അല്ലാഹുവേ. നീ എന്തെല്ലാം നിഅമത്തുകൾ ഞങ്ങളുടെ മക്കളിലും കുടുംബത്തിലും, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ, ഞങ്ങളുടെ മക്കൾ, കുടുംബം, സുഹൃത്തുക്കൾ, കൂട്ടുകാർ, ഞങ്ങളുടെ ഇടപെടുന്ന എത്തിപ്പെടുന്ന സ്ഥലങ്ങൾ, പ്രദേശങ്ങൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന എത്രയോ ആളുകൾ, റഹ്മാനുർ റഹീമായ റബ്ബേ, ഈ നിഅമത്തും സന്തോഷവും ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണേ റഹ്മാനെ. റഹ്മാനുർ റഹീമായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ, മരണത്തിന്റെ അവസാനത്തെ സെക്കൻഡ് വരെയും പരിപൂർണമായ ഈമാനിൽ നിലനിർത്തി ആരോഗ്യമുള്ള അവസ്ഥയിലായി, കലിമ ചൊല്ലാൻ കഴിയുന്ന ആരോഗ്യത്തിലായി, ആരാരെയും വിഷമിപ്പിക്കാതെയും ഒരാൾക്കും ഭാരമാവാതെയും മനസ്സുകൊണ്ട് വെറുക്കാതെയും ഞങ്ങൾക്ക് നിന്നിലേക്ക് മടങ്ങാനുള്ള അവസരം നൽകണേ തമ്പുരാനെ. ഈ ലോകത്ത് നിന്ന് ഞങ്ങളെ നീ വിളിച്ചു കൊണ്ടുപോകുമ്പോൾ അത് ഏറ്റവും നല്ലൊരു സമയത്താക്കി തരണേ തമ്പുരാനെ. നിനക്കിഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുക ആക്കി തരണേ റഹ്മാനെ. വുളൂഇന്റെ അവസ്ഥയിലാക്കി തരണേ റഹ്മാനെ. അള്ളാഹു, അതിന്റെ മുമ്പേ ഞങ്ങളുടെ ബാധ്യതകൾ നിർവഹിക്കാൻ തൗഫീഖ് തരണം അള്ളാഹ്. കടങ്ങളൊക്കെ വിട്ടിത്തരണേ റഹ്മാനെ. എത്രയോ ആളുകൾ കടങ്ങളിലും പ്രയാസങ്ങളിലും
പ്രയാസങ്ങളിലും ദുരിതങ്ങളിലും പെട്ട് ഒരു കൈ സഹായത്തിന് വേണ്ടി കൈനീട്ടാൻ ആരോടെങ്കിലും പറയാൻ പോലും കഴിയാതെ അള്ളാഹുവെ വിഷമിക്കുന്ന ഞങ്ങൾക്ക് ചുറ്റുമുള്ള ഒരുപാട് പാവപ്പെട്ടവർ, അർഹമുർ-റാഹിമേ, അവരൊക്കെ എന്തെങ്കിലും സഹായിക്കാനുള്ള കഴിവ് ഈ പ്രവാസികളായി ഞങ്ങൾ ഓരോരുത്തർക്കും നൽകണേ തമ്പുരാനെ. അർഹമുർ-റാഹിമായ റബ്ബേ, പ്രയാസങ്ങളും ബുദ്ധിമുട്ടും സ്വന്തം കുടുംബത്തിൽ ഭാര്യ മക്കളുമായി, മാതാപിതാക്കളുമായി, ജ്യേഷ്ഠാനുജന്മാരുമായി ആരൊക്കെ പിണക്കത്തിലാണോ അവർക്കൊക്കെ നീ മനസ്സുകൾ തമ്മിൽ ഇണക്കവും സ്നേഹവും കൊടുക്കണേ റഹ്മാനെ. വേർപിരിയാനായി ഡിവോഴ്സിന്റെ വക്കിരത്ത് നിൽക്കുന്ന ദമ്പതിമാർക്ക് അള്ളാഹുവെ പരസ്പരം പുറത്തു കൊടുത്ത് ക്ഷമിച്ചു കൊടുത്ത് തെറ്റുകൾ തിരുത്തി ഒരുമിക്കാനുള്ള അവസരം കൊടുക്കണേ റഹ്മാനെ. പുനർവിവാഹം ആലോചിക്കുന്നവരുണ്ട് റബ്ബേ, വിവാഹമോചനം നടന്നു കഴിഞ്ഞവരുണ്ട്, അവർക്കൊക്കെ ഉചിതമായി ജീവിതവും ജീവിത പങ്കാളിയെയും നൽകണമേ റഹ്മാനെ. വിവാഹപ്രായമായി യോജിച്ച ഒരു പുതിയാപ്പിളയെ കിട്ടണം അള്ളാഹുവെ. ഒരു രക്ഷിതാവ് ഇന്നലെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞ മോള് നിഖാബ് ധരിക്കുന്ന മോളാണ്, മെഡിസിന് പഠിക്കുകയാണ്, നിഖാബ് ധരിക്കുന്നവളാണ്, മുഖം പോലും മറച്ചു നടക്കുന്ന അത്രയും നല്ല ഒരു ചെറുപ്പക്കാരിയായ 18-19 വയസ്സ് ഉള്ളൊരു ചെറുപ്പക്കാരി കുട്ടി. പക്ഷേ അങ്ങനെ അതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഭർത്താവിനെ ഇണയായി വേണം എന്ന് ആഗ്രഹിക്കുന്ന, അള്ളാഹുവെ, വിദേശത്ത് തന്നെ ഒരു നല്ല ഒരു സ്ഥാപനത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പഠിക്കുന്ന ഒരു കുട്ടി അങ്ങനെ ചിന്തിക്കുന്നു, എനിക്ക് നിഖാബ് ധരിക്കാൻ എന്നെ ഇഷ്ടപ്പെടുകയും നിഖാബ് ഇഷ്ടപ്പെടുകയും എന്നെ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു ഭർത്താവിനെ കിട്ടിയാൽ മതി എന്ന്. ആ ആഗ്രഹം ആ കുട്ടിയുടെ രക്ഷിതാവിൻ്റെ കൂടെ ആഗ്രഹമാണ്. അള്ളാഹുവെ, അത്രയും നല്ലവരായ ചെറുപ്പക്കാർ അവർക്ക് നീ ഇണയായി കൊടുക്കണേ തമ്പുരാനെ. വിവാഹ ബന്ധങ്ങൾ ആലോചിക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും, വിവാഹിതരാകാൻ പോകുന്ന ആൺകുട്ടികൾക്കും ചെറുപ്പക്കാർക്കും ഒക്കെ അള്ളാഹുവെ നീ അവർക്ക് യോജിച്ച് ഇണകളെ നൽകണേ റഹ്മാനെ. ജീവിതത്തിൽ കുടുംബവുമായി അകന്നു നിൽക്കുന്ന ആളുകൾക്ക് അടുക്കാൻ നീ അവസരം കൊടുക്കണേ തമ്പുരാനെ. പ്രവാസികളായി കുടുംബത്തെ നാട്ടിലാക്കി പോന്നവർ അള്ളാഹുവെ, കുടുംബത്തോടൊപ്പം ഒരുമിച്ച് ജീവിക്കാൻ, ഇവിടെയോ നാട്ടിലോ എവിടെയാണെങ്കിലും കുടുംബത്തോടൊപ്പം ജീവിക്കാനുള്ള ഒരു അവസരവും തൗഫീഖും നീ അവർക്ക് എല്ലാവർക്കും കൊടുക്കണേ തമ്പുരാനെ. റഹ്മുർ-റാഹിമായ റബ്ബേ, കുടുംബത്തെ ഒന്നിവരുടെ വിസിറ്റ് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കണം, അത്ര ആഗ്രഹമുള്ളൂ എന്നൊക്കെ പറയുന്നവരുണ്ട്. അള്ളാഹുവെ നീ സാധിപ്പിക്കണേ തമ്പുരാനെ. റഹ്മുർ-റാഹിമേ, ജീവിതത്തിന്റെ സന്തോഷം നീ നൽകുന്ന മക്കളും സന്തതികളും സന്താനവും സമ്പത്തും ജോലിയും എല്ലാം നിഅമത്താണ്. നീ തരുന്ന മാതാപിതാക്കൾ നിഅമത്താണ്, സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് നീ തരുന്ന നിഅമത്താണ്. അതൊന്നും നീങ്ങിപ്പോവാതെ കാക്കണേ റഹ്മാനെ. മാലിക്കുൽ മുലൂക്കായ റബ്ബേ, മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരവസ്ഥ ഒരാൾക്കും വരാതെ കാക്കണേ റബ്ബേ. മക്കളെ നൽകുന്നതും നൽകാതിരിക്കുന്നതും നീ തരുന്ന ദാനമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, മക്കളില്ലാത്തതിന്റെ പേരിൽ സങ്കടപ്പെടുന്ന അവസ്ഥ വരാതെ, മക്കളില്ലാതെയാണെങ്കിലും ജീവിതത്തിന്റെ പരിപൂർണതയിലേക്ക് ഉയരാൻ ഏതൊരാൾക്കും ഏതൊരു ദമ്പതികൾക്കും കഴിയുമല്ലോ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ ഖദാഇൽ നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കൺകുളിർമയുള്ള മക്കളെ നീ അവർക്ക് കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ മക്കളാരും വഴിതെറ്റിപ്പോവാതെ കാക്കണേ തമ്പുരാനെ. അല്ലാഹു, വഴിതെറ്റിപ്പോകുന്ന ചെറുപ്പക്കാർക്കിടയിലേക്ക്, വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ആസിഫ് ദാരിമി ഉസ്താദ് അടക്കമുള്ള നാട്ടിലേക്ക് SKSF-ന്റെ ഒക്കെ പ്രവർത്തകന്മാർ അതിൻ്റെ ക്യാമ്പസിലും മറ്റുമൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നന്മ പ്രവർത്തിക്കാൻ വേണ്ടി, കൺവേർഷനല്ല, നന്മ പ്രചരിപ്പിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന അധ്വാനവും സമയവും യാത്രയും ഫോൺ വിളിക്കുന്നതും ആളുകൾക്ക് സേവനം ചെയ്യുന്നതുമെല്ലാം അല്ലാഹുവേ, നാളെ പരലോകത്തേക്ക് സ്വീകരിക്കപ്പെടുന്ന അമലാക്കി കൊടുക്കണേ തമ്പുരാനെ. റഹ്മുർ-റാഹിമായ റബ്ബേ, ഞങ്ങളുടെ മക്കളെയൊക്കെ എല്ലാവിധ കഴുക കണ്ണുകളിൽ നിന്ന് നീ കാക്കണമേ റബ്ബേ. അല്ലാഹുവേ, നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ആൺമക്കളെയും പെൺമക്കളെയും നീ കാക്കണേ റബ്ബേ. അവരൊക്കെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആലിമീങ്ങളും ഹാഫിളീങ്ങളും ഒക്കെ ആക്കിത്തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈനംദിനം അനുഭവിക്കുന്ന എന്തെല്ലാം മാനസികമായ പ്രയാസങ്ങളുണ്ടോ, വിഷമങ്ങളുണ്ടോ, അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് മനസ്സിന് കരുത്ത് നൽകണേ തമ്പുരാനെ. ഇടർച്ച വരാതെ പതറാതെ നിന്റെ ദീനിനെ ദഅവത്ത് ചെയ്യാൻ ഓരോരുത്തർക്കും അവനവന്റെ പരിധികൾക്കിടയിൽ നിന്നുകൊണ്ട് നിന്റെ ദീനിലേക്ക്, നന്മയിലേക്ക് ആളുകളെ ക്ഷണിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. റഹ്മുർ-റാഹിമായ റബ്ബേ, എന്തെല്ലാം ബഹളങ്ങളോ ഒച്ചപ്പാടുകളോ ചീത്തവിളികളോ എന്തൊക്കെ നടന്നാലും അല്ലാഹുവേ, ആരൊക്കെ ഞങ്ങളെ ആക്ഷേപിക്കുകയോ കളിയാക്കുകയോ പരിഹസിക്കുകയോ തരം താഴ്ത്തുകയോ ചെയ്യുന്നുണ്ടോ അവർക്കെല്ലാം ഞങ്ങൾ പുറത്തു കൊടുത്തു റബ്ബേ. അതിനൊക്കെ പകരം നീ ഞങ്ങളോട് പൊറുക്കണേ തമ്പുരാനെ. നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ തമ്പുരാനെ. നിന്റെ സൃഷ്ടികളോടുള്ള ഇടപാടുകളൊക്കെ ഞങ്ങൾ മാപ്പ് ചെയ്തു കൊടുത്തു റബ്ബേ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക
ഇന്നക റഊഫുർ റഹീം. ഒരു സത്യവിശ്വാസിയോടും ഒരു വെറുപ്പോ കറയോ കൽബിലില്ലാത്ത വിധം ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധിയാക്കി തരണേ റഹ്മാനെ. അർഹമുർ റഹീമേ, മരണസമയത്ത് ഞങ്ങൾക്ക് ഏറ്റവും നല്ല റാഹത്തുള്ള മരണം നൽകണേ റബ്ബേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വപ്നത്തിൽ കാണാനും മരണസമയത്ത് ആ തിരുമുഖം ദർശിക്കാനും സ്വർഗം കണ്ടുകൊണ്ട് മരിക്കാനും മലായിക്കത്തിന്റെ സാമീപ്യം അറിയാനും സ്വാലിഹായ മക്കൾ അരികത്തിരിക്കുന്ന ആ ഒരവസ്ഥയിലും അള്ളാഹുവിന് ഞങ്ങൾക്ക് നല്ല മരണം, നല്ല ആഖിബത്ത് നൽകണേ തമ്പുരാനെ. അതിന്റെ മുമ്പ് ഹജ്ജും ഉംറയും നിർവഹിക്കാൻ തൗഫീക്ക് നൽകണേ റബ്ബേ. അള്ളാഹു ഈ സദസ്സിലേക്ക് ദുആരക്കാൻ വേണ്ടി പറഞ്ഞവർ, ഒരുപിടി വിഷയങ്ങൾ ഒറ്റക്കായിട്ടും കൂട്ടമായും ദുആരക്കാൻ വേണ്ടി പറഞ്ഞവർ, വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ, ഫേസ്ബുക്കുകളിലൂടെ, അതുപോലെ തന്നെ ഡയറക്റ്റായിട്ടും ഫോൺ വിളിച്ചിട്ടും, സൗദി അറേബ്യയിലും മറ്റും ജയിലിൽ കഴിയുന്നവർ, അപകടങ്ങൾ സംഭവിച്ചവർ, ഹോസ്പിറ്റലിലുള്ളവർ, പലവിധ വിഷമങ്ങൾക്ക്, മരിച്ചുപോയ മാതാപിതാക്കൾക്ക് ഭാര്യയുടെ അസുഖം മാറാൻ, മക്കളുടെ അസുഖം മാറാൻ ഒക്കെ ഒരുപാട് അപേക്ഷകൾ ഉണ്ടല്ലോ റബ്ബേ. എല്ലാം എഴുതിയതും എഴുതാത്തതും വായിക്കാൻ കഴിയുന്ന തമ്പുരാനെ, എല്ലാ മുഅ്മിനീങ്ങളുടെയും പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ റഹ്മാനെ. എല്ലാവരുടെയും സദുദ്ദേശങ്ങൾ നിറവേറ്റണേ തമ്പുരാനെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.